السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, നേതാക്കളെ, സ്നേഹസമ്പന്നരായ ശ്രോതാക്കളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഈ മഹത്തായ സമ്മേളനത്തിൽ സംബന്ധിക്കാനും ഈ ജാമിഅയുടെ ഭാഗമായി ഈ സമയം ചെലവഴിക്കാനും തൗഫീഖ് തന്ന അള്ളാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. നാം എല്ലാവരും മനസ്സിലാക്കിയതുപോലെ കേരള മുസ്ലിം നവോത്ഥാന ചരിത്രത്തിൽ അനിഷേധ്യമായ സാന്നിധ്യം അടയാളപ്പെടുത്തിയ ഒരു മഹാപ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ് നാം ഓരോരുത്തരും. ആ വിഷയത്തിൽ നമുക്ക് അഭിമാനമുണ്ട്. ഇരുളിൽ കഴിഞ്ഞ ഒരു ജനതയെ വിശുദ്ധ ഖുർആൻ അടിസ്ഥാനപരമായി സമൂഹ മധ്യത്തിൽ അവതരിപ്പിക്കുന്ന അടിസ്ഥാന ആശയത്തിലേക്ക് വിളിച്ചു കൊണ്ടുവരാൻ, മാനവിക വിരുദ്ധമായ, മതവിരുദ്ധമായ സർവസംഗതികളിൽ നിന്നും സമൂഹത്തെ മോചിപ്പിച്ച് സുന്ദരമായ സിറാത്തിൻ്റെ, മുസ്തഖീമായ മാർഗത്തിൻ്റെ വഴിയിലേക്ക് വിളിച്ചു കൊണ്ടുവരാൻ പരിശ്രമിക്കുന്ന ഒരു കൂട്ടായ്മയുടെ ഭാഗമായി ചേർന്ന് നിൽക്കാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളത്
ഐഹിക ലോകത്ത് അല്ലാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ നിഅമത്താണ്. ഏതെല്ലാം തരത്തിൽ ആരെല്ലാം നമ്മെ ആക്ഷേപിച്ചാലും ഈ മഹത്തായ സംവിധാനത്തിൻ്റെ സവിശേഷത ഇന്നലകളിൽ അമ്പിയാക്കൾ പ്രവാചകന്മാർ നടന്നുപോയ സമൂഹങ്ങളോട് അവർ വിളിച്ചു പറഞ്ഞ അടിസ്ഥാന ആദർശം, ആ ആദർശം വളരെ ലളിതമായി സുന്ദരമായി സമൂഹത്തിൽ അവതരിപ്പിക്കുന്ന ഏക പ്രസ്ഥാനം അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമ്മൾ നിലകൊള്ളുന്ന ഈ മഹാപ്രസ്ഥാനമാണ്. ഒരുപാട് സംഘടനകൾ നമ്മുടെ നാട്ടിലുണ്ട്. വ്യത്യസ്തങ്ങളായ സംഘടനകളുടെ പ്ലാനുകളും പദ്ധതികളും പലപ്പോഴും നിലകൊള്ളുന്നത് ഭൗതികമായ ചില ലക്ഷ്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടാണ്. ആ ഭൗതികമായ ലക്ഷ്യങ്ങൾക്കപ്പുറത്തേക്ക് പരിപാടികളെ ആസൂത്രണം ചെയ്യുവാനോ പ്ലാനുകൾ അവതരിപ്പിക്കുവാനോ അത്തരം സംഘടനകൾക്ക് സാധിക്കാറില്ല. എന്നാൽ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ അടിസ്ഥാന പ്രബോധനം അത് ഉൾക്കൊള്ളുന്ന വലിയൊരു മേഖലയുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, മഹാനായ ഇബ്നു ഖയ്യിം റഹിമഹുല്ല പറഞ്ഞ ഒരു വാചകം, വഖദ് അൻസലല്ലാഹു സുബ്ഹാനഹു വതആല 100 കിതാബിൻ വ4 കുതുബ്. ഇന്നലകളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല വ്യത്യസ്തങ്ങളായ പ്രവാചകന്മാരിലൂടെ 100 ഏടുകളും 4 വേദഗ്രന്ഥങ്ങളും അവതരിപ്പിക്കുകയുണ്ടായി. ജമഅ മആനിഹാ ഫി 4. അല്ലാഹു സുബ്ഹാനഹു വതആല വേദഗ്രന്ഥമായി അവന്റെ വഹയ്യായി അവതരിപ്പിച്ച ഈ ഏടുകളിലുള്ള മുഴുവൻ സംഗതികളും അല്ലാഹു 4 ഗ്രന്ഥങ്ങളിൽ ജംഅ ചെയ്തു. വഹിയ തൗറാത്ത് വൽ ഇൻജീൽ വൽ ഖുർആൻ വൽ സബൂർ. സാധാരണ 4 വേദഗ്രന്ഥങ്ങളുടെ പേര് നമ്മൾ എണ്ണി പറയാറുണ്ട്, നമുക്കതറിയാവുന്നതാണ്. എന്നാൽ തൗറാത്തിലും ഇൻജീലിലും സബൂറിലും പറഞ്ഞ ആശയങ്ങൾ വജമഅ മആനിഹാ ഫിൽ ഖുർആൻ, അല്ലാഹു അതിൻ്റെ ആശയതലങ്ങളെ മുഴുവനും ഖുർആനിൽ കൊണ്ടുവന്നു വെച്ചു. വജമഅ മആനിഹി ഫിൽ മുഫസ്സൽ, ആ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന വിജ്ഞാനത്തിൻ്റെ മഹാസാഗരത്തിലെ സർവവൈജ്ഞാനിക തലങ്ങളെയും അല്ലെങ്കിൽ വിജ്ഞാനങ്ങളെയും അല്ലാഹു മുഫസ്സലുകളായ ഖുർആനിലെ സൂറത്തുകളിൽ ഉള്ളടക്കം ചെയ്തു. വജമഅ മആനിഹി ഫിൽ ഫാത്തിഹ, ആ മുഫസ്സലുകളായ സൂറത്തുകളിലുള്ള സംഗതികളെ ആശയങ്ങളെ മുഴുവനും അല്ലാഹു സൂറത്തുൽ ഫാത്തിഹയിൽ ഉള്ളടക്കം ചെയ്തു. വജമഅ മആനിഹ, ആ ഫാത്തിഹയിൽ ഉൾക്കൊള്ളുന്ന അഥവാ ഇന്നലകളിൽ അവതരിപ്പിക്കപ്പെട്ട സർവ്വ വേദഗ്രന്ഥങ്ങളുടെയും സാരാംശത്തെ 7 ആയത്തുകളിലായി അല്ലാഹു സുബ്ഹാനഹു വതആല ജംഅ ചെയ്തുവെങ്കിൽ, ക്രോഡീകരിച്ചുവെങ്കിൽ, ആ ഫാത്തിഹയിലെ സർവ്വ ആശയതലങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിലെ ഒറ്റ വാചകത്തിൽ കൊണ്ടുവന്നു. ഒറ്റ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ആശയങ്ങളെ മുഴുവനും ഒതുക്കി വെച്ചു. ആ ആയത്താണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഏതൊരു മുസ്ലിമും നിർബന്ധമായും നിരന്തരമായി അല്ലാഹുവിനോട് നടത്തുന്ന പ്രതിജ്ഞ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഒരു സലഫി പ്രവർത്തകന്റെ പ്രബോധന വിഷയമാണത്. നമ്മുടെ ജീവിതവും നമ്മുടെ
ഇടപാടുകളും ഇടപെടലുകളും നമ്മുടെ ശ്വാസം പോലും നമ്മൾ ആ ആശയത്തിന് വേണ്ടി സമർപ്പിക്കുന്നവരാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹുവേ, നിനക്കു മാത്രമാണ് ഞങ്ങൾ ആരാധനകൾ സമർപ്പിക്കുന്നത്. വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുന്നത്. അതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രഖ്യാപിക്കുന്നതോടെ സർവ മാനസിക പ്രശ്നങ്ങളിൽ നിന്നും അവൻ മുക്തനാകും. മാനസിക രോഗങ്ങളിൽ നിന്ന് അവൻ മുക്തമാകും. സർവ അഴുക്കുചാലുകളിൽ നിന്നും വൃത്തികേടുകളിൽ നിന്നും അവൻ മുക്തമാകും. കാരണം ആ ഒരു കലിമത്ത് കൊണ്ട് മനുഷ്യന്റെ മനസ്സിനെ സംസ്കരിക്കാൻ കഴിയുമെന്നാണ്. മനുഷ്യ മനസ്സിനെ ബാധിക്കുന്ന ഏറ്റവും വലിയ മാരക രോഗങ്ങൾ ഇന്നൽ ഖൽബ യഅരിദു ലഹു മറളാനി അലീമാൻ. ഒരു മനുഷ്യന്റെ മനസ്സിനെ ബാധിക്കുന്ന ഭയാനകമായ രോഗം, ഭീകരമായ രോഗം, ആ രോഗം ഒന്ന് റിയാ എന്ന രോഗമാണ്, മറ്റൊന്ന് കിബർ എന്ന രോഗമാണ്. റിയാഇന്റെയും കിബറിന്റെയും രോഗത്തെ ഈ പ്രഖ്യാപനത്തിലൂടെ, ഈ മഹത്തായ കലിമത്തിലൂടെ വിഭാടനം ചെയ്യാൻ സാധിക്കും, ഇല്ലാതാക്കാൻ സാധിക്കും. കാരണം ഇയ്യാക നഅ്ബുദു എന്ന് പറയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സിനെ ബാധിക്കുന്ന സർവ്വരോഗങ്ങളിൽ നിന്നും മുക്തമായി, കിബറിൽ നിന്ന്, റിയായിൽ നിന്ന് മുക്തമായി, അള്ളാഹുവിനെ പരിപൂർണമായ അർത്ഥത്തിൽ അവന്റെ പ്രതാപം, അവന്റെ അളമത്ത്, അവന്റെ മഹത്വം പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് ഹൃദയത്തിൽ കൊണ്ടുവരാൻ അവന് സാധിക്കും. അതുകൊണ്ടാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറഞ്ഞത്, ഇയ്യാക നഅ്ബുദു തദ്ഫഉ റിയാ വ ഇയ്യാക നസ്തഈൻ തദ്ഫഉൽ കിബ്രിയാ. ഇയ്യാക നഅ്ബുദു എന്നുള്ളത് റിയാഇനെ, ലോകമാന്യത്തെ തകർത്ത് കളയുന്ന ആദർശമാണ്, പ്രഖ്യാപനമാണ്. വ ഇയ്യാക നസ്തഈൻ എന്നുള്ളത് മനുഷ്യന്റെ കിബറിനെ മുഴുവനും തകർത്തു കളയുന്ന പ്രഖ്യാപനമാണ്. റിയാ ലോകമാന്യം. കാര്യം ഞാൻ ഒരു അടിമയാണ്, ഒരു ദാസനാണെന്ന ബോധം, അള്ളാഹുവിന്റെ ദാസനാണെന്ന ബോധം. ഒരാൾ എത്ര തന്നെ വലുതായാലും ഉയർന്നാലും ഏതെല്ലാം സ്ഥാനമാനങ്ങൾ അലങ്കരിച്ചാലും ഞാൻ അള്ളാഹുവിന്റെ വിനീതനായ ഒരു ദാസനാണെന്ന ബോധം. വിശുദ്ധ ഖുർആൻ ലോകത്തെ ഏറ്റവും ഉന്നതനായ വ്യക്തി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ആ നബിയുടെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ ഒരു സംഭവം വിശദീകരിച്ചപ്പോൾ പോലും ഖുർആൻ പറഞ്ഞ പ്രയോഗം, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി, അല്ലാഹു തന്റെ ദാസൻ, ആ ദാസന്റെ ജീവിതത്തിൽ സംഭവിച്ച വലിയൊരു സംഗതി, മിഅ്റാജ് എന്ന സംഗതി. ആ മനുഷ്യനാകട്ടെ വളർന്നു വളർന്നു വളർന്ന് പ്രവാചകന്മാരിൽ തന്നെ ഉലുൽ അസ്മുകളിൽപ്പെട്ട്, ആ ഉലുൽ അസ്മുകളിൽ തന്നെ അവരുടെ നേതാവായി, ലിവാഉൽ ഹംദിന്റെ വാഹകനായി, അശ്ശഫാഅത്തുൽ ഉളമയുടെ ഏറ്റവും ഉന്നതമായ ശഫാഅത്ത് അതിനു വേണ്ടി നിയോഗിക്കപ്പെടുന്ന വ്യക്തിത്വമായി, ഈ എല്ലാവിധ സ്ഥാനമാനങ്ങളും നേടിയ വ്യക്തി അല്ലാഹു സൂചിപ്പിച്ച വാക്ക് അബ്ദ് എന്ന വാക്കാണ്.
സഹോദരങ്ങളെ, നാം വിശദീകരിച്ചു വന്നത് ഒരു മനുഷ്യനെ സ്ഫുടം ചെയ്യുന്ന ആദർശം മാനസികമായും സാംസ്കാരികമായും സാമൂഹികമായും അവനെ പരിവർത്തിപ്പിക്കുന്ന ആദർശം. അതാണ് എല്ലാ നിസ്കാരവേളകളിലും നിർബന്ധമായും നമ്മൾ പറയുന്ന ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന പ്രഖ്യാപനം. ഇയ്യാക നഅ്ബുദു എന്നൊരു മനുഷ്യൻ പറയുമ്പോൾ അല്ലാഹുവിൻ്റെ ദാസനായിരിക്കുക, അല്ലാഹുവിൻ്റെ അബ്ദായിരിക്കുക. ആ ഉബൂദിയത്ത് പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് അല്ലാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിക്കുക എന്ന നിലയിലേക്ക് ഒരു മനുഷ്യൻ ഉയരുമ്പോൾ പിന്നവന് ലോകമാന്യത്തിന് മറ്റുള്ളവരെ ബോധിപ്പിക്കേണ്ട അല്ലെങ്കിൽ വേറൊരാളെ കാണിക്കേണ്ട ഒരു സംഗതിയില്ല. അത് ബോധിപ്പിക്കേണ്ട കാര്യമില്ല. ആ ഒരു മനസ്സില്ല. അല്ലാഹുവിന് വേണ്ടി നിലകൊള്ളുന്ന, റബ്ബിന് വേണ്ടി നിലകൊള്ളുന്ന, ജീവിതത്തിന്റെ ഏതെല്ലാം ഔന്നിത്യങ്ങൾ നേടിയെടുക്കാൻ കഴിഞ്ഞാലും അല്ലാഹുവിന്റെ ദാസനാണെന്ന ഉൾബോധത്തോടെ ജീവിക്കാൻ അവന് സാധിക്കും. അതുപോലെ ഇയ്യാക നസ്തഈൻ എന്ന് പറയുമ്പോൾ അവൻ അംഗീകരിക്കുകയാണ്, ഒന്നിനും കഴിയാത്തവനാണ് ഞാൻ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുവിനെ കൊണ്ടല്ലാതെ ഒരു ശക്തിയും ഒരു കഴിവും ഇല്ലാത്തവനാണ് ഞാൻ. ഓരോ സെക്കൻഡിലും ഓരോ മൈക്രോ സെക്കൻഡിലും അല്ലാഹുവിൻ്റെ സഹായം ആവശ്യമായി വരുന്നവനാണ് ഞാൻ. റബ്ബിനോട് തേടേണ്ടവനാണ് ഞാൻ, ചോദിച്ചുകൊണ്ടിരിക്കേണ്ടവനാണ് ഞാൻ. ആ ഒരു ചിന്തയിൽ അവൻ്റെ കിബർ മുഴുവനും ഇല്ലാതാവുകയാണ്. ഈ നിലയിൽ അടിസ്ഥാനപരമായി അല്ലാഹുവുമായി ബന്ധപ്പെട്ട് റബ്ബിലേക്ക് കൽബ് ഉടക്കി അവനുമായി എപ്പോഴും മുനാജാത്ത് നടത്തി ജീവിക്കേണ്ടവരാണ് മനുഷ്യ സമൂഹം മുഴുവനും. വളരെ തുച്ഛമായ ഭൗതിക ലോകത്ത് മനുഷ്യനെ നിർവഹിക്കാനുള്ള ദൗത്യവും അത്ര തന്നെയുള്ളൂ. ഈ ലോകത്തൊരാൾക്ക് നിർവഹിക്കാനുള്ള ദൗത്യം എന്താണ് എന്ന് ചോദിച്ചാൽ, ഈ പ്രവിശാലമായ പ്രപഞ്ചത്തിലെ സർവമാന സംവിധാനങ്ങളും എന്തിനാണ് ഒരുക്കപ്പെട്ടത് എന്ന് ചോദിച്ചാൽ അതിന് ഖുർആൻ നൽകുന്ന മറുപടിയും ഇതുതന്നെയാണ്. സൂറത്തുൽ ഫുർഖാനിൽ നമുക്ക് കാണാൻ കഴിയും, വഹുവല്ലദീ ജഅലൽ ലൈല വന്നഹാറ ഖിൽഫതൻ ലിമൻ അറാദ അൻ യദ്ദക്കറ ഔ അറാദ ശുകൂറാ. റബ്ബുൽ ആലമീൻ അവനെ പരിചയപ്പെടുത്തുകയാണ്. ആരാണ് അല്ലാഹു എന്ന ചോദ്യത്തിന് ഖുർആൻ നൽകുന്ന ഉത്തരങ്ങളിൽ ഒന്ന് വഹുവല്ലദീ ജഅലൽ ലൈല വന്നഹാറ ഖിൽഫ. രാപ്പകലുകളെ ഒന്നിനു പുറകെ ഒന്നായി മാറി മാറി വരുന്ന രൂപത്തിൽ സംവിധാനിച്ചവനാണവൻ. രാവും പകലും ഒന്നിനു പുറകെ ഒന്നായി മാറി മാറി വരികയാണ്. ആ ഒരു പ്രതിഭാസമുള്ളത് കൊണ്ടാണ് മനുഷ്യന് സമയം കണക്കാക്കാൻ, വർഷം കണക്കാക്കാൻ, നൂറ്റാണ്ടുകളെ കണക്കാക്കാൻ, സഹസ്രാബ്ദങ്ങളെ കണക്കാക്കാൻ, മണിക്കൂറുകളെ, സെക്കൻഡുകളെ, മൈക്രോ സെക്കൻഡുകളെ ഒക്കെ കണക്കാക്കാൻ സാധിക്കുന്നത്. ആ രൂപത്തിൽ രാപ്പകലുകളെ സംവിധാനിച്ചത് എന്തിനാണ്? കിഴക്കിന്റെ ചക്രവാളത്തിൽ സൂര്യുദിക്കുന്നത് എന്തിനാണ്? പടിഞ്ഞാറ് സൂര്യൻ അസ്തമിക്കുന്നത് എന്തിനാണ്? ആ ചോദ്യത്തിന് ഖുർആൻ നൽകുന്ന ഉത്തരം ലിമൻ അറാദ അയ്യദ്ദക്കറ ഔ അറാദ ശുകൂറാ. അല്ലാഹുവിനെ ദിക്ർ ചെയ്യാൻ ആരുദ്ദേശിക്കുന്നുവോ അവർക്ക് വേണ്ടിയാണ്. അല്ലാഹുവിനെ ദിക്ർ ചെയ്യാൻ ആരുദ്ദേശിക്കുന്നുവോ അവർക്ക് വേണ്ടിയാണ്. അല്ലാഹുവിനെ ദിക്ർ ചെയ്യേണ്ടവർക്ക് വേണ്ടിയാണ്. അല്ലാഹുവിനെ ദിക്റും ശുക്രും നിർവഹിക്കുന്നതിന് വേണ്ടിയാണ്. എങ്ങനെയാണ് അല്ലാഹുവിനെ ദിക്ർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് അല്ലാഹുവിന് ശുക്ർ ചെയ്യേണ്ടത് എന്ന ചോദ്യമുണ്ട് സ്വാഭാവികമായും. എങ്ങനെയാണ് റബ്ബിനെ ഞാൻ കീഴൊതുങ്ങേണ്ടത്? ആ ചോദ്യത്തിന് ഉത്തരവുമായി കൊണ്ടാണ് അമ്പിയാക്കൾ ലോകത്ത് കടന്നു വന്നത്. നസീഹത്തോടെ, ഗുണകാംക്ഷയോടെ പ്രവാചകന്മാർ ദൈവീകമായ പടച്ചവനിൽ നിന്നുള്ള സന്ദേശങ്ങൾ കൈമാറി തന്നത്. ഉബല്ലിഗുകും റിസാലാതി റബ്ബി വഅൻസഹു ലക്കും വഅഅലമു മിനല്ലാഹി മാ ലാ തഅലമൂൻ. പ്രവാചകന്മാർ കടന്നു വന്നുകൊണ്ട് ജനങ്ങളോട് പറയുന്നു, ഉബല്ലിഗുകും റിസാലാതി റബ്ബി,
ഞാനൊരു പുതിയ തിസീസ് ഇവിടെ അവതരിപ്പിക്കുന്നില്ല, ഞാൻ എൻ്റെ ഗവേഷണ പ്രബന്ധം ഇവിടെ അവതരിപ്പിക്കുന്നില്ല. ഉബല്ലിഗുകും റിസാലാത്തി റബ്ബി, ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നത് എൻ്റെ റബ്ബിൽ നിന്നുള്ള റിസാലയാണ്, എൻ്റെ റബ്ബിൽ നിന്നുള്ള സന്ദേശങ്ങളാണ്. വഅൻസഹു ലക്കും, നിങ്ങളോട് ഏറ്റവും നല്ല നിലയിൽ ഗുണകാംക്ഷയോടുകൂടിയാണ് ഈ സന്ദേശം കൈമാറുന്നത്. വഅഅലമു മിനല്ലാഹി മാ ലാ തഅലമൂൻ, അല്ലാഹുവിൽ നിന്ന് നിങ്ങൾ അറിയാത്ത പല സംഗതികളും അറിയുന്നുണ്ട് ഞാൻ. കാരണം എനിക്ക് വഹയുണ്ട്, വഹയിലൂടെയാണ് ഞാൻ ഈ സന്ദേശം കൈമാറുന്നത്. അല്ലാഹുവിന്റെ പ്രത്യേകമായ സന്ദേശം എനിക്ക് വന്നു കിട്ടുന്നുണ്ട്, ആ സന്ദേശമാണ് ഞാൻ നിങ്ങൾക്ക് കൈമാറുന്നത്. പ്രവാചകന്മാർ ഈ രൂപത്തിൽ ജനങ്ങൾക്ക് സന്ദേശം കൈമാറുമ്പോൾ പല ജീവിത സാഹചര്യങ്ങളിൽ കഴിഞ്ഞ പല ആളുകൾക്കും ആ സന്ദേശം അങ്ങനെ തന്നെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അവരുടെ ബുദ്ധിക്ക് അതങ്ങനെ തന്നെ സ്വീകരിക്കാൻ കഴിയുമായിരുന്നില്ല. പ്രവാചകന്മാരെ എതിർത്തുകൊണ്ട് ആളുകൾ വന്നു, പ്രവാചകന്മാർക്കെതിരെ ആഹ്വാനങ്ങൾ ഉണ്ടായി, പ്രവാചകന്മാർ ഒരു വേള വധിക്കപ്പെടും എന്ന സാഹചര്യത്തിലേക്ക് പോലും നയിക്കപ്പെട്ടു. ആ സന്ദർഭത്തിലും അല്ലാഹുവിന്റെ പ്രവാചകന്മാരോടല്ല പറഞ്ഞ വാചകം, യാ അയ്യുഹർ റസൂലു ബല്ലിഗ് മാ ഉൻസില ഇലൈക മിർ റബ്ബിക് വഇൻ ലം തഫ്അൽ ഫമാ ബല്ലഗ്ത റിസാലതഹു വല്ലാഹു യഅസിമുക മിനൻ നാസ് ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ കാഫിരീൻ. ഓ നബിയേ, ബല്ലിഗ് മാ ഉൻസില ഇലൈക മിർ റബ്ബിക്, റബ്ബ് എന്താണോ നിങ്ങൾക്ക് അവതരിപ്പിച്ചു തന്നത് അത് താങ്കൾ എത്തിച്ചു കൊടുക്കണം. എത്ര ആളുകളുടെ കയ്യടിയുണ്ട് എന്ന് നോക്കിയിട്ടല്ല, എത്ര ആളുകൾ അംഗീകരിക്കുന്നു നോക്കിയിട്ടല്ല. ബല്ലിഗ് മാ ഉൻസില ഇലൈക മിർ റബ്ബിക്, താങ്കളുടെ റബ്ബ് താങ്കൾക്ക് എന്താണോ അവതരിപ്പിക്കുന്നത് അതൊരൽപ്പം പോലും വളവില്ലാതെ, താങ്കൾ അതിൽ വിളവ് കാട്ടാതെ അള്ളാഹുവിന്റെ മാർഗത്തിൽ കൃത്യമായി ജനങ്ങൾക്ക് ഇത് എത്തിച്ചു കൊടുക്കണം. വഇല്ലം തഫ്അൽ ഫമാ ബല്ലഗ്ത റിസാലതഹു, താങ്കൾ ആ ദൗത്യം നിർവഹിക്കുന്നില്ല, താങ്കൾ മടിഞ്ഞിരിക്കുകയാണെങ്കിൽ താങ്കൾ റിസാലത്തിനെ പൂർത്തിയാക്കി ആളാവുകയില്ല. ഒരു ഭീഷണി വരുമ്പോൾ, ഏഷണി വരുമ്പോ ഈ ദൗത്യം നിർവഹിക്കാതെ നിങ്ങൾ മാറി നിൽക്കുകയാണെങ്കിൽ താങ്കൾ ഈ ദൗത്യത്തെ പൂർത്തിയാക്കി ആളാകുകയില്ല. സ്വാഭാവികമാണ്, പ്രതികരണങ്ങൾ ഉണ്ടാകില്ലേ, അല്ലെങ്കിൽ ആളുകൾ നിങ്ങളെ ആക്രമിച്ചില്ലാതാക്കി കളയില്ലേ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ വല്ലാഹു യഅസിമുക മിനൻ നാസ്, എല്ലാവരുടെയും അല്ലെങ്കിൽ മറ്റു മനുഷ്യരുടെ സർവ്വ കുതന്ത്രങ്ങളിൽ നിന്നും അവർ നിങ്ങളെ ഇല്ലാതാക്കുന്നതിൽ നിന്നും നിങ്ങൾക്കുള്ള ഇസ്മത്ത്, നിങ്ങൾക്കുള്ള സംരക്ഷണം നാം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതൊന്നോർത്ത് ബേജാറാകാൻ നിൽക്കണ്ട. താങ്കൾക്ക് എന്താണോ അവതരിപ്പിച്ചത് അതങ്ങനെ തന്നെ എത്തിച്ചു കൊടുക്കണം. അത് എത്ര ആളുകൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയും, എത്ര ആളുകളുടെ ബുദ്ധിക്ക് പറ്റും, അങ്ങനെ വിഷയം ഇവിടെ ഇല്ല. അവിടെയുള്ള ഭൂരിപക്ഷം ആളുകളും അവർക്കതിനോട് യോജിക്കാൻ കഴിയില്ല. എന്നാൽ ആ ആളുകൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും മയപ്പെടുത്താൻ പറ്റുമോ? ഇല്ല. നബിമാർ അവർ സത്യസന്ധരാണ്, അവർ ഹക്കിന്റെ ആളുകളാണ്. അവരെ പൂർണ്ണമായി തള്ളിക്കളയാൻ പൊതുസമൂഹത്തിന് കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ ചിന്തിച്ചത് വിശുദ്ധ ഖുർആൻ സൂറത്തു നൂൻ അതിന്റെ 9-ാം സൂക്തത്തിൽ അള്ളാഹു വിശദീകരിക്കുന്നത് കാണാം. എന്താ അവർ വിചാരിക്കുന്നത്? വദ്ദു ലൗ തുദ്ഹിനു ഫയുദ്ഹിനൂൻ, വദ്ദു അവർ കൊതിക്കുകയാണ്, ലൗ തുദ്ഹിനു ഫയുദ്ഹിനൂൻ, ഓ നബിയെ നിങ്ങളൊന്ന് മയപ്പെടുത്തിയിരുന്നെങ്കിൽ അവർക്കും ഒന്ന് മയപ്പെടുത്താമായിരുന്നു. ഈ സന്ദേശം ഒന്ന് മയപ്പെടുത്തുകയായിരുന്നെങ്കിൽ അവർക്കും ഒന്ന് മയപ്പെടുത്താമായിരുന്നു എന്ന് അവർ ചിന്തിക്കുകയാണ്. പക്ഷേ താങ്കളെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള അവകാശം നിങ്ങൾക്കില്ലല്ലോ, അതിനുള്ള അവകാശം നിങ്ങൾക്കില്ലല്ലോ. മാത്രമല്ല, ചില ആളുകൾ മസ്ലഹത്തുമായി റസൂലുള്ളാഹിയുടെ അടുക്കൽ വന്നു. ഓരോ മുജാഹിദ് പ്രവർത്തകനും മനസ്സിൽ കുറിച്ചിടേണ്ട വിശുദ്ധ ഖുർആനിലെ വചനങ്ങളാണിതെല്ലാം. കാരണം പ്രബോധന ഗോധയിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ അനുഭവിക്കേണ്ടി വരുന്ന കാര്യങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി, നമ്മുടെ മനസ്സിന്റെ സമാധാനത്തിന് വേണ്ടി, നമ്മുടെ ഈമാനിന്റെ കരുത്തിന് വേണ്ടി പറഞ്ഞു തരികയാണ്. വിശുദ്ധ പ്രവാചകൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹയിന്റെ വെളിച്ചവുമായി സമൂഹത്തിലേക്ക് ഇറങ്ങിയപ്പോ, അള്ളാഹുവിന്റെ ആയത്തുകൾ അവർക്ക് ഓതിക്കൊടുത്തപ്പോ, വഇദാ തുത്ലാ അലൈഹിം ആയാതുനാ ബയ്യിനാത്ത് قال الذين لا يرجون لقاء نأتي بقرآن غير هذا أو بدله. മസ്ലഹത്തിന്റെ ആളുകൾ രംഗത്ത് വരികയാണ്.
അവർ ഇതാ റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നുകൊണ്ട് പറയുകയാണ്, ഓ മുഹമ്മദേ, നീ ആളുഷാറാണ്, പക്ഷേ നീ പറയുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ ഞങ്ങളുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യങ്ങളല്ല, ഞങ്ങൾക്ക് നടപ്പാക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് തന്നെ ഈ ഖുർആൻ അല്ലാത്ത വേറെ ഒരു ഖുർആൻ ഇതിന് പകരം ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തരാമോ? വേറെ ഒരു ഖുർആൻ ഞങ്ങൾക്ക് തരാമോ? ഔ ബദ്ദിൽഹു, അല്ലെങ്കിൽ ഇതൊന്നും മാറ്റിയിട്ട് വേറൊരു രൂപത്തിൽ ഞങ്ങൾക്ക് കൂടി ഉൾക്കൊള്ളാൻ കഴിയുന്ന രൂപത്തിലൊന്ന് ആക്കി തരാമോ? ഞങ്ങൾക്ക് കൂടി പരിഗണിക്കാവുന്ന രൂപത്തിലൊന്നാക്കി തരാമോ എന്ന് ചോദിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിക്ക് നൽകുന്ന മറുപടി എന്താണെന്നറിയുമോ? മറുപടി റസൂലുള്ളാഹിക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അല്ലാഹു ഖുൽ, നബി അങ്ങ് അവർക്ക് പറഞ്ഞു കൊടുത്തേക്ക്, മാ യകൂനു ലീ അൻ ഉബദ്ദിലഹു മിൻ തിൽഖാഇ നഫ്സി, ഇതെന്റെ ബുദ്ധിയിൽ എന്റെ ചിന്തയിൽ ഞാൻ ഗവേഷണം നടത്തി പറയുന്ന കാര്യമല്ല, എന്റെ ഇഷ്ടത്തിന് പറയുന്ന കാര്യമല്ല ഇത്. ഇൻ അത്തബിഉ ഇല്ലാ മാ യൂഹാ ഇലൈ, ഇതെനിക്ക് കിട്ടുന്ന വഹയ് വെള്ളം ചേർക്കാതെ നിങ്ങൾക്ക് പറഞ്ഞു തരിക മാത്രമാ ചെയ്യുന്നത്. ഇതിലൊരു മാറ്റം വരുത്താതെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളെ പോലെയല്ല ഞാൻ. എന്റെ പ്രത്യേകത ഇന്നി അഖാഫു ഇൻ അസൈതു റബ്ബി അദാബ യൗമിൻ അദീം. റബ്ബുൽ ആലമീനായ അല്ലാഹു ഒരു കാര്യം പറഞ്ഞിട്ട് അതെന്റെ ബുദ്ധിക്കനുസരിച്ച് മാറ്റം വരുത്തിയാൽ, അതെന്റെ തീരുമാനമനുസരിച്ച് മാറ്റിയാൽ വരാനിരിക്കുന്നൊരു ദിവസമുണ്ട്. അദാബ യൗമിൻ അദീം, ഭയാനകമായ ദിവസത്തിലെ വേദനാജനകമായ ശിക്ഷയെ ഭയപ്പെടുന്നവനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇതിൽ മാറ്റം വരുത്താനോ മാറ്റിമറിക്കാനോ നിങ്ങൾക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യാനോ നിങ്ങൾക്ക് വേണ്ടി ഇതിൽ വകഭേദം വരുത്തുവാനോ കള്ളക്കൈയെഴുത്തുകോല് കൊണ്ട് ഇതിൽ മാറ്റം വരുത്താനോ ഒന്നും എന്നെ കിട്ടില്ല എന്നവർക്ക് മറുപടി പറഞ്ഞേക്ക്. അവരോട് മറുപടി പറഞ്ഞു കൊടുത്തേക്ക് നബിയേ എന്ന് വിശുദ്ധ ഖുർആൻ. ഒരു ഇസ്ലാഹി പ്രവർത്തകൻ, ഒരു സലഫി പ്രവർത്തകൻ ദീൻ എങ്ങനെ മനസ്സിലാക്കണം, ദീൻ എങ്ങനെ ഉൾക്കൊള്ളണം, ദീൻ എങ്ങനെ പ്രബോധനം ചെയ്യണം എന്നുള്ളത് വളരെ കൃത്യമായി അള്ളാഹു പഠിപ്പിച്ചു തരാണ്. ഇത് റബ്ബിന്റെ ദീനാണ്, അള്ളാഹുവിന്റെ ദീനാണ്. അള്ളാഹുവിന് വേണ്ടി നമ്മൾ വഴിപ്പെടുക, അല്ലാതെ നമുക്ക് വേണ്ടി അള്ള തിരിച്ചും കിട്ടാവുക ഇല്ല. നമ്മുടെയൊക്കെ ഭാവം അതാണ്, നമ്മുടെയൊക്കെ ശൈലി അതാണ്. നമുക്ക് വേണ്ടി അള്ള ഇങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. ഞാൻ ഇങ്ങനെയാണ്, എൻ്റെ ബുദ്ധി ഇങ്ങനെയാണ്, എൻ്റെ പഠനം ഇങ്ങനെയാണ്, എൻ്റെ ഗവേഷണം ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ്, അതുകൊണ്ട് എനിക്ക് വേണ്ടി അള്ളാഹു ഇങ്ങനെ വഴിപ്പെട്ട് തരണം. ഇല്ല കേട്ടോ, അത് സാധ്യമല്ല. അവൻ റബ്ബാണ്, നമ്മൾ അവന്റെ ദാസന്മാരാണ്. അതുകൊണ്ട് അള്ളാഹുവിന് വഴിപ്പെടുക. റബ്ബ് സുബ്ഹാനഹു വ തആല ആ റബ്ബ് നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കുക. അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ, ശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി തന്നെ പറഞ്ഞു, അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ, നിങ്ങൾ അള്ളാഹുവിന് വഴിപ്പെടണം, അള്ളാഹുവിന്റെ റസൂലിന് വഴിപ്പെടണം. ഇങ്ങോട്ടാ കൽപ്പന, അല്ലാതെ നമ്മളിങ്ങനെ കൽപ്പിക്കുക അള്ളാഹ് ഇങ്ങോട്ട് വഴിപ്പെടണം, ഇല്ല, അങ്ങനല്ല. നേരെ മറിച്ച് അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ, നിങ്ങൾ അള്ളാഹുവിന് വഴിപ്പെടണം, അള്ളാഹുവിന്റെ റസൂലിന് വഴിപ്പെടണം. എങ്ങനെ? നിരുപാധികം വഴിപ്പെട്ടുകൊള്ളണം, ചോദ്യം ചെയ്യാതെ വഴിപ്പെട്ടുകൊള്ളണം, അനുസരിച്ചു കൊള്ളണം റബ്ബിനെ. അതാണ് അള്ളാഹുവിന്റെ തീരുമാനം, അതാണ് ഖുർആൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചത്. ഫലാ വറബ്ബിക് ലാ യുഅ്മിനൂൻ ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. فلا وربك, നിന്റെ റബ്ബിനെ തന്നെയും സത്യം, ലാ യുഅ്മിനൂൻ, അവർ മുഅ്മിനീങ്ങളാവില്ല, വിശ്വാസികളാവില്ല. ഏതുവരെ? ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, അവർക്കിടയിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ അഭിപ്രായമുണ്ടായാൽ അല്ലെങ്കിൽ ആവശ്യമുണ്ടായാൽ ആ വിഷയത്തിൽ നബിയെ അങ്ങേ അവർ വിധികർത്താവായി സ്വീകരിക്കുന്നത് വരെ, അങ്ങയുടെ വിധിക്ക് വേണ്ടി അവർ കാതോർക്കുന്നത് വരെ അവർ മുഅ്മിനാവുകയില്ലെന്ന് മാത്രമല്ല, ആ വിഷയത്തിൽ താങ്കളൊരു തീരുമാനം പറഞ്ഞാൽ, നിങ്ങളൊരു നിലപാട് പറഞ്ഞാൽ, താങ്കളെടുത്ത തീരുമാനത്തിൽ പിന്നെ മനസ്സുകൊണ്ടൊരു നീരസം പോലും പ്രകടിപ്പിക്കാൻ പാടുള്ളതല്ല. അങ്ങൊരു തീരുമാനം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ നോക്കുമ്പോൾ അത് ശരിയല്ലല്ലോ, ഇത് ശരിയല്ലോ എന്നുള്ള ചിന്ത വരുന്നോ എങ്കിൽ അവൻ മുഅ്മിനല്ല. നേരെ മറിച്ച് വയുസല്ലിമൂ തസ്ലീമാ, നിങ്ങളെടുത്ത തീരുമാനം, നിങ്ങൾ പറഞ്ഞ തീരുമാനം
ആ തീരുമാനത്തിന് മനസ്സാ വാചാ കർമ്മണ അവർ കീഴൊതുങ്ങാതെ ഒരിക്കലും അവർ മുഅ്മിനാവില്ല. ഇതാണ് ദീൻ, അള്ളാഹുവിന്റെ ദീൻ. പക്ഷെ ഇന്ന് അങ്ങനല്ല. ഇന്ന് മത്സരിക്കുകയാണ് മനുഷ്യർ, മത്സരിക്കുകയാണ്. ഇന്ന് സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന പല സംഘടനകളും, ഇസ്ലാമിക സംഘടനകൾ എന്ന പേരറിയപ്പെടുന്ന സംഘടനകൾ പോലും മത്സരിക്കുകയാണ്. എന്നിട്ട് അള്ളക്ക് അങ്ങോട്ട് വിവരം കൊടുക്കുകയാണ്, നമ്മളിങ്ങോട്ട് അങ്ങോട്ട് പറയാം, പടച്ചവൻ അങ്ങോട്ട് പഠിപ്പിക്കുകയാണ്. ഈ മനുഷ്യന്റെ ഈ മനോവൈകല്യം അള്ള കണ്ടിട്ടുണ്ട്. മനുഷ്യന്റെ ഈ ഒരു വൈകല്യം ഉണ്ടല്ലോ, ഈ വൈകൃതം അള്ള കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ അള്ള ഇങ്ങോട്ട് ചോദിച്ചത്, ഖുൽ അതുനബ്ബിഊനല്ലാഹ ബിമാ ലാ യഅലം. അള്ളക്കറിയാത്ത കാര്യം നീ അങ്ങോട്ട് അള്ളക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണോ? ഖുർആൻ അള്ള ചോദിക്കുകയാണ്, ഖുൽ അതുനബ്ബിഊനല്ലാഹ ബിമാ ലാ യഅലം. അള്ളാഹ്ക്ക് അറിയാത്ത കാര്യം നീ അള്ളക്ക് അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കുകയാണോ? ഇത് ചോദിച്ചത് മനുഷ്യരോടാണ്, വൈകൃതം പേറുന്ന മനുഷ്യരോടാണ് റബ്ബുൽ ആലമീൻ ചോദിക്കുന്നത്. കാര്യം ആളുകൾ ഇന്ന് എങ്ങനെയാണ്? അതുകാണ് കഴിഞ്ഞ ദിവസം പോലും നമ്മൾ കേട്ടത്, ഒരു കോൺഫറൻസ്, ഒരു സമ്മേളനം. മുജാഹിദ് പ്രസ്ഥാനത്തിന് സമാന്തരമായി മുജാഹിദ് പ്രസ്ഥാനത്തോട് മത്സരിച്ച് ഗ്രൂപ്പുകളായി വേറെ വേറെ പോയിട്ട് മത്സരിക്കുകയാണ്. എന്നിട്ട് അവിടെ ഉയർത്തിവിടുന്ന ആശയങ്ങൾ എത്ര വൈകല്യമാണ്, എത്രമാത്രം വൈകല്യമായ, എത്രമാത്രം മോശമായ ആശയങ്ങളാണ്. വിശുദ്ധ ഖുർആനിന്റെ വചനം ഓതിക്കൊണ്ട് പരസ്യമായി പ്രസംഗിക്കുകയാണ്. എന്താ പ്രസംഗിക്കുന്നത്? നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും അതിന്റെ ആ ഭാഗം. ാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. വിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തുന്ന മറ്റൊരു സവിശേഷമായ കാര്യം ദൈവികമായ സന്ദേശങ്ങളെ അന്ധമായി അനുകരിക്കരുത് എന്നതാണ്. അനുകരണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ചിന്തയെ കൊന്നുകളയുക എന്നതാണ്. വിശുദ്ധ ഖുർആനിലെ സൂറ ഫുർഖാൻ 25-ാം അധ്യായത്തിലെ 73-ാമത്തെ വചനത്തിൽ ഈ ഭാഗം രേഖപ്പെടുത്തുന്നുണ്ട്. വല്ലദീന ഇദാ ദുക്കിറു ബിആയാതി റബ്ബിഹിം ലം യഖിറു അലൈഹാ സുമ്മൻ വഉംയാന. ഈ പദത്തിന്റെ താല്പര്യം നിങ്ങൾ അന്ധമായി അള്ളാഹുവിന്റെ നാമങ്ങളിലേക്ക് വരരുത് എന്നു തന്നെയാണ്. ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യണം എന്ന താല്പര്യമാണ് അതിലൂടെ ഉണ്ടാകുന്നത്. ആദ്യമായി വിശുദ്ധ ഖുർആനിന്റെ സന്ദേശങ്ങൾ കേട്ടിട്ടുള്ള അറബ് സമൂഹം അതിശക്തമായ ചിന്താ ലോകത്ത് മുന്നോട്ട് പോവുകയുണ്ടായി. ആ ശക്തമായ ചിന്താ ലോകത്ത് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി കൃത്യമായ നിർദ്ദേശങ്ങൾ വിശുദ്ധ ഖുർആൻ കൊടുത്തു. അത്തരമൊരു ഘട്ടത്തിൽ യൂറോപ്പ് മാറി എന്നാണ്. യൂറോപ്പ് മാറി. കാര്യം എന്താ? അള്ള ഒരു ആയത്ത് പറഞ്ഞാൽ അന്ധമായതിനെ അനുകരിക്കരുത്. അള്ള ഒരു കാര്യം പറഞ്ഞാൽ അന്ധമായതിനെ അനുകരിക്കരുത്. കാര്യം അന്ധമായ അനുകരണം എന്നുള്ളത് ഏറ്റവും വലിയ വൈകൃതമാണ്. അള്ള ഒരു കാര്യം പറഞ്ഞാൽ അന്ധമായി അനുകരിക്കരുത്. പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കണം. ഇത് ശരിയാണോ, പടച്ചോൻ പറഞ്ഞത് ശരിയാണോ, റെഡിയാണോ എന്ന് ചിന്തിക്കണം. നമ്മുടെ ബുദ്ധി കൂടി അതിൻ്റെ അകത്ത് ഉപയോഗിക്കണം. അള്ള ഒരു കാര്യം പറഞ്ഞാൽ, റബ്ബൊരു കാര്യം പറഞ്ഞാൽ അത് പടച്ചോൻ പറഞ്ഞത് ശരിയാണോ, ഇനി പടച്ചോൻ എവിടെയെങ്കിലും പാളിയോ, അള്ളക്ക് എവിടെയെങ്കിലും പാളിയോ എന്ന് ചിന്തിക്കണം. അതിന് ഖുർആനിൽ ആയത്തുണ്ട്. ആയത്ത് ഓതുകയാണ്. ഏതായത്ത്? നമുക്കെല്ലാവർക്കും അറിയാം. വല്ലദീന ഇദാ ദുക്കിറു ബിആയാതി റബ്ബിഹിം ലം യഖിറു അലൈഹാ സുമ്മൻ വഉംയാന. ഒരു സുമ്മും ഉമ്യാനും കണ്ടോടെ, ഒരു സുമ്മും ഒരു ഉമ്യാനും കണ്ടു. അപ്പോ അതിന്റെ അർത്ഥം അന്ധമായി അള്ളാന്റെ ആയത്തിനെ സ്വീകരിക്കരുത് എന്നാ മനസ്സിലാക്കുന്നത്. സുഹൃത്തുക്കളെ, വിശുദ്ധ ഖുർആനിൽ ആ ആയത്തിൽ അള്ളാഹു എന്ത് പറഞ്ഞോ അതിനെതിരാണ് ഈ പറയുന്നത്. റബ്ബ് എന്ത് പറഞ്ഞോ അതിന് നേരെ എതിരാണ് പറയുന്നത്. എന്തേ അവിടെ ഖുർആൻ പറഞ്ഞു? വല്ലദീന ഇദാ ദുക്കിറു ബിആയാതി റബ്ബിഹിം ലം യഖിറു അലൈഹാ സുമ്മൻ വഉംയാന. ഒരു മുഅ്മിനായ മനുഷ്യൻ അല്ലാഹുവിന്റെ ആയത്ത് കേട്ടാൽ അവൻ അതിനെ അന്ധമായി അനുകരിക്കാൻ പാടില്ല എന്നാണോ ഖുർആൻ പറയുന്നത്? അതല്ല, നേരെ എതിരാണോ? നിങ്ങൾ മനസ്സിലാക്കണം, അല്ലാഹ് പറഞ്ഞത് നേരെ എതിരാണ്. ഈ പറഞ്ഞതിന് നേരെ എതിരാണ് ആ ആയത്തിലുള്ളത്. ആ ആയത്തിന്റെ ആശയം ഈ പറഞ്ഞ ആശയത്തിന് നേരെ എതിരാണ്. ഒരു മനുഷ്യൻ കാഫിറാകുന്ന, കുഫറിൽ അകപ്പെട്ടു പോകുന്ന കലിമത്താണ് ആ പറഞ്ഞത്. അള്ളാഹ് ഒരു കാര്യം പറഞ്ഞാൽ അന്ധമായി അതിനെ അനുകരിക്കാൻ പാടില്ല, അത് സ്വീകരിക്കാൻ പാടില്ല എന്ന് ഒരാൾ പറഞ്ഞാൽ അള്ളാഹുവിനെ ചോദ്യം ചെയ്യുന്നവനാണ്. കാരണം അള്ളാഹ് പടച്ച ബുദ്ധിയാ നമുക്കുള്ളത്, അള്ളാഹ് തന്ന ബുദ്ധിയെ നമുക്കുള്ളൂ, അള്ളാഹ് പടച്ച ബുദ്ധിയെ നമുക്കുള്ളൂ. നമ്മുടെ ബുദ്ധിയെ പടച്ചവനാണ് വിശുദ്ധമായ കലാം അല്ലാഹുവിന്റെ ഖുർആനിലൂടെ ഓരോ ആയത്തുകളും അവതരിപ്പിച്ചിട്ടുള്ളത്.
അതുകൊണ്ട് തന്നെ ആ റബ്ബ് അലീമാണ്, ആ റബ്ബ് ഹക്കീമാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു തെറ്റുപറ്റുക എന്ന് പറയുന്ന സംഭവം തന്നെയില്ല. അള്ള ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ ഈ ചീളും മനുഷ്യൻ അള്ള പറഞ്ഞ കെലിമത്തിൽ ഗവേഷണം നടത്തിയിട്ട് അത് ശരിയാണോ തെറ്റാണോ എന്നവന്റെ ബുദ്ധിയുടെ മൂശയിലിട്ട് കറക്കി സ്വീകരിക്കണമെന്ന് അള്ള പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഈ ആയത്തിൽ അള്ള പറയുന്നത് നേരെ എതിരാണ്. അള്ള പറയുന്നത് ഇബാദുർ റഹ്മാൻ എന്ന അള്ളാഹുവിന്റെ സച്ചരിതരായ ദാസന്മാർ, ഇബാദുർ റഹ്മാൻ എന്ന അള്ളാഹുവിന്റെ ദാസന്മാർ, ആ പേരുള്ള സവിശേഷതയുള്ള അള്ളാന്റെ ദാസന്മാർ. ഇബാദുർ റഹ്മാൻ എന്ന് പറഞ്ഞാൽ റഹ്മാനായ റബ്ബിന്റെ അടിമ എന്നാണല്ലോ അതിന്റെ അർത്ഥം. ലോകത്തുള്ള എല്ലാ മനുഷ്യരും അള്ളാഹുവിന്റെ അടിമകൾ തന്നെയല്ലയോ? പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല റബ്ബിന്റെ പടപ്പുകളിൽ നിന്ന് ഒരു വിഭാഗം ആളുകളെ മാറ്റി നിർത്തി. എന്നിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല തശ്രീഫിന്റെ ഇളാഫത്ത് നൽകിയിട്ട് ഇബാദുർ റഹ്മാൻ എന്ന നിലക്ക് അതേ ആദരവുള്ള ഒരു പേര് അവർക്ക് അള്ളാഹു കൊടുത്തു. ഏതുപോലെ ലോകത്ത് അള്ളാഹു പടച്ച ഒട്ടകങ്ങളെയുള്ളൂ, എല്ലാ ഒട്ടകങ്ങളെയും അള്ള പടച്ചതാണ്. പക്ഷേ സ്വാലിഹ് നബിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്ജിസത്തായ ഒരു ഒട്ടകത്തെ കൊടുത്തപ്പോ ആ ഒട്ടകത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞു നാഖത്തുല്ലാഹ്, അള്ളാഹുവിന്റെ ഒട്ടകം. അപ്പൊ ബാക്കിയുള്ള ഒട്ടകങ്ങളോ അതൊക്കെ അള്ളാന്റെ തന്നെയാണ്, റബ്ബിന്റെ ഒട്ടകം തന്നെയാണ്, അള്ള പടച്ച ഒട്ടകം തന്നെയാണ്. പക്ഷേ മറ്റു ഒട്ടകങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ ഒട്ടകത്തിന് നാഖത്തുല്ലാഹ് എന്നൊരു പേര് നൽകാൻ കാരണം തശ്രീഫിന്റെ ഇളാഫത്ത് നൽകി റബ്ബ് പറയുന്ന ഒരു വാചകമാണത്. അഥവാ ആ ഒട്ടകത്തെ ബഹുമാനിച്ചു കൊണ്ടിട്ട ഒരു പേരാണത്. ഇതുപോലെ അള്ളാഹുവിന്റെ ദാസന്മാരാണ് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും. ആ മുഴുവൻ മനുഷ്യരും അള്ളാഹുവിന്റെ ദാസന്മാരാണെന്നിരിക്കവേ തന്നെ അള്ളാഹുവിന്റെ ദാസന്മാരിൽ പ്രത്യേകമായ ചില സവിശേഷതകളുള്ള പ്രത്യേകക്കാരായ അള്ളാഹുവിന്റെ അടിമകൾ, അള്ളാഹുവിന് കൂടുതൽ വഴിപ്പെടുന്ന റബ്ബിന്റെ അടിമകൾ, ആ അടിമകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തശ്രീഫിന്റെ ഇളാഫത്ത് നൽകിയിട്ട് റഹ്മാൻ എന്ന റബ്ബിന്റെ ഇസ്മിലേക്ക് ചേർത്തിയിട്ട് ഇബാദുർ റഹ്മാൻ എന്ന് പേരിട്ട് കൊടുക്കുകയാണ്. ആ അള്ളാഹുവിന്റെ സച്ചരിതരായ ദാസന്മാരുടെ പ്രത്യേകതകളിൽ ഒന്ന് വല്ലദീന ഇദാ ദുക്കിറൂ ബിആയാതി റബ്ബിഹിം ലം യഖറൂ അലൈഹാ സുമ്മൻ വഉമ്യാനാ. അള്ളാഹുവിന്റെ ഒരു ആയത്ത് അവർ കേട്ടാൽ അന്ധരായി ബദിരായത് കേൾക്കാത്തതുപോലെ അവര് പോകൂല. അത് കേൾക്കാത്ത പാപം അവര് നടിക്കൂല. അള്ളാന്റെ ആയത്താണോ അവരവിടെ കമന്നു വീഴുകയാണ്, അള്ളാന്റെ ആയത്താണോ അതവർ സ്വീകരിക്കുകയാണ്. ആ റബ്ബിന്റെ ആയത്തിന്റെ നേരെ കണ്ണടപ്പൻ നയം അവർ സ്വീകരിക്കൂല, കേൾക്കാത്ത നയം അവർ സ്വീകരിക്കൂല. അതുകൊണ്ട് തന്നെയാണ് ആ ആയത്തിന് വ്യാഖ്യാനം എഴുതിയ മുഴുവൻ മുഫസ്സിറുകളും രേഖപ്പെടുത്തിയത്. അതേ വല്ലദീന ഇദാ ദുക്കിറൂ ബിആയാതി റബ്ബിഹിം ലം യഖറൂ അലൈഹാ സുമ്മൻ വഉമ്യാനാ ഹാദിഹി മിൻ സിഫാത്തിൽ മുഅ്മിനീൻ. മുഅ്മിനുകളായ ആളുകളുടെ അടയാളമാണിത്, മുഅ്മിനുകളായ ആളുകളുടെ അടയാളമാണിത്. ബിഖിലാഫിൽ കാഫിർ, കാഫിറിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് മുഅ്മിനായ മനുഷ്യന്റെ അടയാളം ഇതാണ്. എന്ത്? അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻഫാലിന്റെ 2-ാം ആയത്തിൽ അല്ലാഹ് പറഞ്ഞില്ലേ, അല്ലദീന ഇദാ ദുക്കിറൂ ബിആയാതി റബ്ബിഹിം. അള്ളാഹുവിനെ കുറിച്ച് അവരോട് പറയപ്പെട്ടാൽ, അള്ളാഹുവിന്റെ വസ്ഫുകൾ അവരോട് പറയപ്പെട്ടാൽ, അള്ളാഹുവിന്റെ അലമത്തും അവന്റെ റഊഫിയത്തും അവരോട് പറയപ്പെട്ടാൽ അവരുടെ ഖൽബിങ്ങനെ വിറക്കാൻ തുടങ്ങും, അവരുടെ ഹൃദയം ഇങ്ങനെ വിറക്കാൻ തുടങ്ങും. വിശുദ്ധ ഖുർആൻ പലയിടങ്ങളിലും ആ കാര്യം വിശ്വാസികളെ കുറിച്ച് പറഞ്ഞില്ലയോ? അതെ, മഹദി ആയിഷ ബീവി തന്നെ റസൂലുള്ളാഹിയോട് ചോദിച്ചില്ലയോ, എന്തുകൊണ്ടാണ് നബിയെ അവരുടെ ഹൃദയം ഇങ്ങനെ വിറക്കാൻ കാരണം? ഹുമുല്ലദീന യസ്നൂൻ, അവർ വ്യഭിചാരികളാണോ നബിയെ? അല്ല, അവർ മോഷ്ടാക്കളാണോ നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മറുപടി, യാ ബിന്ത സിദ്ദീഖ്, സിദ്ദീഖിന്റെ മകളെ, അവരൊരിക്കലും വ്യഭിചാരികളോ മോഷ്ടാക്കളോ അല്ല. നേരെ മറിച്ച് അവർ നിസ്കരിക്കുന്നവരും നോമ്പ് നോക്കുന്നവരും അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവരുമാണ്. പക്ഷേ എന്റെ അമലുകൾ അള്ളാഹു സ്വീകരിക്കുന്നുണ്ടോ, ഞാൻ നൽകുന്നത് റബ്ബ് കബൂലാക്കുന്നുണ്ടോ എന്ന പേടി കൊണ്ട് അവർ ഹൃദയം വിറക്കുകയാണ്. അള്ളാഹു എന്നെ പരിഗണിക്കാതെ വിട്ടുകളയുമോ എന്ന ഭയം കൊണ്ട് അവർ ഹൃദയം വിറക്കുന്നതാണ് എന്ന് ആയത്തിന് വ്യാഖ്യാനം റസൂലുള്ള പഠിപ്പിച്ചു കൊടുത്തില്ലയോ?
ഈ നിലക്ക് വിശുദ്ധമായ അള്ളാഹുവിന്റെ ഇസ്മുകളെ സംബന്ധിച്ച് റബ്ബിനെ കുറിച്ച് അവരോട് പറയപ്പെട്ടാൽ വജിലത്തു ഖുലൂബുഹും, അവരുടെ ഹൃദയം എങ്ങനെ വിറക്കും. ഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാന, അള്ളാന്റെ ആയത്ത് മതി അവർക്ക്. സയൻസ് കേൾക്കുന്നതിനേക്കാൾ, മറ്റ് ഭൗതികമായ സാഹിത്യങ്ങൾ കേൾക്കുന്നതിനേക്കാൾ അവർക്ക് ഈമാനികമായ വർധനവുണ്ടാകുന്നത് അള്ളാഹുവിന്റെ ആയത്ത് കേൾക്കുമ്പോഴാണ്. റബ്ബിന്റെ ആയത്ത് ഇങ്ങനെ അവർക്ക് പാരായണം ചെയ്യപ്പെട്ടാൽ സാദത്തുഹും ഈമാന, അവരുടെ ഈമാനിന് വർധനവുണ്ടാകുന്നതാണ്. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അള്ളാഹുവിൽ സർവ്വതും വരമേൽപ്പിക്കുന്നവരാണവർ. ഇത് മുഅ്മിനിന്റെ സിഫത്താണ്, ഇത് വിശ്വാസികളുടെ അടയാളമാണ്. ബിഖിലാഫിൽ കാഫിർ, കാഫിർ അങ്ങനെയല്ല. കാഫിറിന്റെ പ്രത്യേകത ഫഇന്നഹു ഇദാ സമിഅ കലാമല്ലാഹി ലാ യുഅസ്സിറു ഫീഹി, അതേ അവിശ്വാസിയായ ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ ആയത്ത് കേട്ടാൽ അവനൊരു തഅ്സീറുമില്ല, അവനൊരു മാറ്റവുമില്ല. അവനൊരു പൊട്ടനെ പോലെ ഇതാ നടന്നു പോവുകയാണ്, ഒരു അന്ധനെ പോലെ, ഒന്നും കാണാതെ പോകുന്നവനെ പോലെ ഇങ്ങനെ പോവുകയാണ്. എന്നാലോ അവനെ സംബന്ധിച്ചിടത്തോളം ഒരു പരിവർത്തനവും അവന് ഈ ആയത്തുകൾ ഉണ്ടാക്കുന്നില്ലെന്ന് മാത്രമല്ല, ബൽ യബ്ഖാ മുസ്തമിറൻ അലാ കുഫ്രിഹി വതുഗ്യാനിഹി വജഹ്ലിഹി വളലാലിഹി, അവൻ വീണ്ടും ലലാലത്തിലും ജഹ്ലിലും തുഗ്യാനിലും കുഫ്റിലുമായി ജീവിതം കൊണ്ടുപോവുകയാണ്. എന്നാൽ മുഅ്മിനായ മനുഷ്യൻ അങ്ങനെയല്ല. അല്ലാഹുവിന്റെ ആയത്ത് കേട്ടാൽ ലം യഖറു അലൈഹാ സുമ്മം വഉമ്യാന, അന്ധത നടിച്ചുകൊണ്ട്, അതേ ബദിരത നടിച്ചുകൊണ്ട്, അത് കേൾക്കാത്തതുപോലെ കാണാത്തതുപോലെ ഒരിക്കലും അവൻ പോവുകയില്ലെന്ന് മാത്രമല്ല, അല്ലാഹുവിന്റെ ആയത്തുകളെ അങ്ങനെ തന്നെ അവലംബിക്കുന്നവരാണവര്. ഈ ആയത്തിനെയാണ് നേരെ അട്ടിമറിക്കുന്നത്, ഈ വചനത്തെയാണ് നേരെ അട്ടിമറിക്കുന്നത് എന്ന് പറഞ്ഞാൽ അന്ധമായി അള്ളാന്റെ ആയത്ത് സ്വീകരിക്കണമെന്ന് അല്ല പഠിപ്പിച്ചിട്ടില്ല. തെളിവെന്താ? ഇബാദുർ റഹ്മാൻ അള്ളാന്റെ ആയത്ത് കേട്ടാ സ്വീകരിക്കൂല, ആലോചിച്ചിട്ട് ചിന്തിച്ചിട്ടൊക്കെ സ്വീകരിക്കുള്ളൂ, അന്ധമായി അനുകരിക്കൂല. ആര്? ഇബാദുർ റഹ്മാൻ. പരസ്യമായി പിൻവലിച്ച് മറുപടി മാപ്പ് പറയണം ഈ സമൂഹത്തോട്. ഇത് ഖുർആന്റെ ആശയമല്ല, ഇത് ദീനിന്റെ ആശയമല്ല, ഇസ്ലാം പഠിപ്പിച്ച ആശയമല്ല. ഈ ഗവേഷണം, ഈ ഇജ്തിഹാദ്, അത് അങ്ങേറ്റം ജഹ്ലിന്റെ ഇജ്തിഹാദാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഖുർആനിൽ പറഞ്ഞിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അങ്ങനെയല്ല, അത് വിശ്വാസികൾക്കുള്ളതുമല്ല. വിശ്വാസികൾക്ക് അങ്ങനെ ഒരു കാര്യമില്ല. അല്ലാഹ് പറഞ്ഞാൽ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞാൽ ചോദ്യം ചെയ്യാതെ സ്വീകരിക്കുന്നവരാണ് വിശ്വാസികൾ. ചോദ്യം ചെയ്യാതെ സ്വീകരിക്കേണ്ടവരാണ് വിശ്വാസികൾ. അതിൽ ചോദ്യം ചെയ്യലില്ല. അല്ലാഹ് ഒരു കാര്യം പറഞ്ഞാൽ, അല്ലാഹുവിന്റെ റസൂൽ ഒരു കാര്യം പറഞ്ഞാൽ, പിന്നെ ഒരു തരത്തിലും ചോദ്യം ചെയ്യാതെ അത് സ്വീകരിക്കേണ്ടവരാ മുസ്ലിങ്ങൾ, വിശ്വാസികള്. അതിനെതിരെ ഒരു പുതിയ ഇജ്തിഹാദ് സമൂഹത്തിൽ സമർപ്പിക്കപ്പെടുകയാണ്, സമൂഹത്തിൽ അവതരിപ്പിക്കപ്പെടുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഒരു അവസ്ഥ മുസ്ലിം ഉമ്മത്തിന് ഒരിക്കലും ഉണ്ടായിക്കൂടാത്തതാണ്. കാര്യം നമുക്ക് മടങ്ങാനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമുക്ക് ചെന്നെത്താനുള്ളത്, ഏത് അഭിപ്രായ വ്യത്യാസമുണ്ടായാലും നമുക്ക് ചെന്നെത്താനുള്ളത് അള്ളാഹുവിന്റെ അടിസ്ഥാന പ്രമാണങ്ങളിലേക്കാണ്, ദീനിന്റെ അടിസ്ഥാനങ്ങളിലേക്ക് നമുക്ക് തിരിച്ചെല്ലാനുള്ളത്. ഖുർആൻ അതല്ലേ പറഞ്ഞത്? യാ അയ്യുഹല്ലദീന ആമനൂ അത്തിഉല്ലാഹ വഅത്തിഉർ റസൂല വഉലിൽ അംരി മിൻകും ഫഇൻ തനാസഅതും ഫീ ശൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. മനുഷ്യരാണ് നിങ്ങൾ, ചിന്തിക്കുന്നവരാണ് നിങ്ങൾ, ആലോചിക്കുന്നവരാണ് നിങ്ങൾ, ബുദ്ധിയുള്ളവരാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുക എന്നത് സ്വാഭാവികമാണ്. കാര്യം ഓരോരുത്തർക്കും ഓരോ ബുദ്ധിയാണ്, എല്ലാവർക്കും ഒരു ബുദ്ധിയല്ല. എല്ലാവർക്കും കൂടി അള്ളാഹു ഒരു ബുദ്ധി, നമ്മുടെ വല്ലുപ്പാക്ക് കൊടുത്തു ഒരു ബുദ്ധി, അങ്ങനല്ല. എല്ലാവർക്കും അള്ളാഹു വേറെ വേറെയാ ബുദ്ധി തന്നത്. മനുഷ്യന്റെ അറിവ് പരിമിതമാണ്, അതുപോലെ തന്നെ അവന്റെ അറിവ് വ്യത്യസ്തമാണ്. മനുഷ്യന്റെ അതേ വിദ്യാഭ്യാസം, അവന്റെ അറിവെല്ലാം വേറെ വേറെയാണെന്നത് കൊണ്ട് തന്നെ ഇഖ്തിലാഫുകൾ, അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകാം. അവന്റെ ബുദ്ധി കൊണ്ടൊരു കാര്യം മനസ്സിലാക്കുമ്പോ അവന്റെ ബുദ്ധി ഇടപെടുന്ന മേഖലകളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം. അങ്ങനെ മനുഷ്യർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി അവന്റെ അടിസ്ഥാനപരമായ ദീനിയായ വിഷയങ്ങളിൽ അഭിപ്രായ ഭിന്നത രൂപപ്പെട്ടാൽ മടങ്ങിച്ചെല്ലാനുള്ളത്, ചോദ്യം ചെയ്യാതെ സ്വീകരിക്കാനുള്ളത് അതെന്താണ് എന്ന് ചോദിച്ചാൽ ഖുർആൻ തന്നെ പറഞ്ഞു, ഫഇൻ തനാസഅതും ഫീ ശൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. അല്ലാഹുവിലേക്കും റസൂലിലേക്കും മടങ്ങി ചെല്ലുക എന്നതാണ്, റബ്ബിലേക്ക് റസൂലിലേക്ക് മടങ്ങി ചെല്ലുക എന്നതാണ്. അഥവാ
ഖുർആൻ ചോദ്യം ചെയ്യാതെ സ്വീകരിക്കലാണ്, സുന്നത്തിനെ ചോദ്യം ചെയ്യാതെ സ്വീകരിക്കലാണ്. അതാണ് ഏറ്റവും ഹൈറായതും ഏറ്റവും നല്ല പര്യവസാനമെന്നും ഖുർആൻ. അതാണ് ഏറ്റവും നല്ല പര്യവസാനമെന്ന് ഖുർആൻ എന്ന് പറഞ്ഞാൽ മുസ്ലിം ഉമ്മത്തിന്റെ പരിഹാര കേന്ദ്രം അല്ലാഹുവിന്റെ ഖുർആനാണ്, റസൂലുള്ളാഹിന്റെ ചര്യയാണ്. അവിടെ നിൽക്കാൻ നമുക്ക് കഴിയണം, അത് സ്വീകരിക്കാൻ നമുക്ക് കഴിയണം. അവിടെ ഒരു തരത്തിലുമുള്ള വ്യതിയാനങ്ങളും നമുക്കിടയിൽ വരാൻ പാടില്ല, ഒരു വിധത്തിലുള്ള അഭിപ്രായ ഭിന്നതകളും കടന്നു വരാൻ പാടില്ല. എന്തുകൊണ്ടാണ് മുസ്ലിം ഉമ്മത്തിൽ ഇത്രമാത്രം ഭിന്നതകൾ ഉണ്ടായത്? എന്തുകൊണ്ടാണ് മുസ്ലിം ഉമ്മത്ത് ഇത്രമാത്രം കക്ഷികളായി മാറിപ്പോയത്? അടിസ്ഥാനപരമായി അവർക്ക് സംഭവിച്ച പിഴവ്, അവർ തെളിവുകൾ സ്വീകരിക്കുന്നവരുടെ സ്രോതസ്സുകൾ അത് സ്വീകരിക്കുന്ന വിഷയത്തിൽ അതിന്റെ മാനദണ്ഡങ്ങൾ തെറ്റിച്ചു എന്നുള്ളതാണ്. അതിന്റെ മാനദണ്ഡങ്ങൾ തെറ്റിച്ചു എന്നുള്ളതാണ്. നമുക്കറിയാം, ഇസ്ലാമിക ലോകത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സ്വഹാബത്തിനെ വളർത്തിക്കൊണ്ടുവന്നു, തന്റെ സ്വഹാബത്തിനെ ഉയർത്തിക്കൊണ്ടുവന്നു. ഏറ്റവും ഉത്തമരായ ഒരു തലമുറയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാർത്തെടുത്തു കൊണ്ടുവന്നു. എവിടുന്നാണ്? അഴുക്കുചാലിൽ ജീവിച്ച ഒരു ജനതയിൽ നിന്ന്. മനസ്സിലാക്കണം, ഇന്നിന്റെ ലോകത്ത് ഇവിടെയുള്ള ദീൻ പഠിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് വലിയ ബാധ്യത നിർവഹിക്കാനുണ്ട്. പുതിയ തലമുറയോട് നമുക്ക് സംവദിക്കാനുണ്ട്. ഏറ്റവും വലിയ വൈകൃതങ്ങൾ പേറുന്ന ഒരു സമൂഹത്തോട് നമുക്ക് ഇടപെടേണ്ടതുണ്ട്. നമുക്കറിയാം, ഈ അടുത്ത സമയത്ത് മുജാഹിദ് പ്രസ്ഥാനം മഹത്തായ ഒരു ക്യാമ്പയിൻ തന്നെ പ്രഖ്യാപിച്ചു. ശ്രേഷ്ഠ സമൂഹം ഉത്കൃഷ്ട മൂല്യങ്ങൾ എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ തന്നെ പ്രഖ്യാപിച്ചു. കാലോചിതമായ ഈ സമൂഹത്തോട് പറയേണ്ട ഏറ്റവും ഉന്നതമായ ഒരു പ്രമേയമാണത്. കാരണം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വന്നുകൊണ്ടൊരു സമൂഹത്തെ സംസ്കരിക്കുമ്പോ ആ പ്രവാചകനാൽ സംസ്കരിക്കപ്പെട്ട ജനത, ആ ജനതയുടെ പ്രത്യേകത ഇന്നത്തെ മോഡേണിറ്റി എന്ന് പറയുന്ന, ഉത്തരാധുനികത എന്ന് പറയുന്ന ആധുനികതയുടെ വാഗ്ദാക്കളായി ചമയുന്ന ആളുകൾ പറയുന്ന സർവ്വ വൈകൃതങ്ങളും ഒരുപോലെ സമ്മേളിച്ചൊരു സമൂഹം. ആ സമൂഹമായിരുന്നു ഖുർആൻ അവതരിക്കുന്നതിന് മുമ്പുള്ള സമൂഹം. സാധാരണ ചില ആളുകൾ പറയാറുണ്ട്, ഈ ഖുർആൻ എന്ന് പറഞ്ഞാൽ 6-ാം നൂറ്റാണ്ടിൻ്റെതല്ലേ, ഖുർആൻ എന്ന് പറഞ്ഞാൽ 6-ാം നൂറ്റാണ്ടിന്റെ പ്രത്യയശാസ്ത്രമല്ലേ? ഞങ്ങളിതാ 6-ാം നൂറ്റാണ്ടിലെ കാളവണ്ടി പോലും കണ്ടുപിടിച്ചിട്ടില്ലാത്ത കാലഘട്ടത്തിലെ ആ ഒരു പ്രത്യയശാസ്ത്രം സ്വീകരിക്കുന്നവരല്ല. ഞങ്ങൾ ഉത്തരാധുനികരാണ്, ഞങ്ങൾ ആധുനികരാണ്, ഞങ്ങൾ IT യുഗത്തിൽ ജീവിക്കുന്നവരാണ്, ഞങ്ങൾ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ സർവ്വസാധ്യതകളെയും അനുഭവിക്കുന്നവരാണ്, ഞങ്ങൾ AI യുഗത്തിൽ ജീവിക്കുന്നവരാണ് എന്നൊക്കെ മേന്മ പറയുന്നു. എന്നിട്ട് ഞങ്ങൾ ഒരു പുതിയ സംസ്കാരം ഉണ്ടാക്കുകയാണ്. ഇത് പഠിച്ചവന്റെ സംസ്കാരമാണ്, ഇത് ഡിഗ്രി ഉള്ളവന്റെ സംസ്കാരമാണ്, ഇത് ഡോക്ടറേറ്റ് എടുത്തവന്റെ സംസ്കാരമാണ്, ഇത് ഉത്തരാധുനിക പൗരന്റെ സംസ്കാരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവതരിപ്പിക്കുന്ന മോഡേണിറ്റിയുടെ സർവ്വ പ്രത്യയശാസ്ത്രവും എടുത്തു പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാം, ഇതെല്ലാം ഖുർആൻ അവതരിക്കുന്നതിന് മുമ്പ് ജീവിച്ച ജാഹിലിയത്തിന്റെ അഴുക്കുചാലുകൾ മാത്രമാണ്. നമ്മൾ എത്രയോ പഠിച്ചു, അറബി കോളേജിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ എത്രയോ പഠിക്കുന്നു. ഖുർആൻ അവതരിക്കുന്നതിന് മുമ്പ് എഴുതപ്പെട്ട ഉകാല ചന്തയിലെ ഫെസ്റ്റിവലുകളിൽ കൊണ്ടുവന്നിട്ട് അക്കാലഘട്ടത്തിലെ സാഹിത്യകാരന്മാർ പാടിയിട്ട് അതിൽ ഏറ്റവും ഫസ്റ്റ് വാങ്ങുന്ന ആ സാഹിത്യത്തെ കൊണ്ടുവന്ന് വിശുദ്ധമായ കഅബാലയത്തിൽ എഴുതി കെട്ടിത്തൂക്കിയിട്ട് ആ രൂപത്തിൽ പ്രതാപം നേടിയിരുന്ന, പ്രശസ്തി നേടിയിരുന്ന കാലഘട്ടത്തിലെ സാഹിത്യങ്ങൾ, ആ സാഹിത്യങ്ങളിൽ അക്കാലഘട്ടത്തിലെ സംസ്കാരത്തെ പറഞ്ഞു തന്നല്ലോ. വലൗലാ തലാതുൻ ഹുന്ന മിൻ ഈശത്തിൽ ഫതാ വജദീക ലം മഹ്ഫിൽ മതാ ഖാമ ഉവദീ. 3 കാര്യം അക്കാലഘട്ടത്തിലെ യുവാക്കളുടെ ജീവിതത്തിന്റെ അടിസ്ഥാനമായി സ്വീകരിച്ചിരുന്ന, യുവത്വത്തിന്റെ അടയാളമായി സ്വീകരിച്ച 3 കാര്യങ്ങൾ. ആ 3 കാര്യങ്ങൾ അവർക്ക് ലഭിച്ചില്ലെങ്കിൽ മരിച്ചു കിടന്നാൽ മതി, എന്നിട്ട് ആളുകൾ വന്ന് ഞങ്ങളുടെ മയ്യത്ത് കണ്ടുപോയിക്കൊള്ളട്ടെ. ആ 3 കാര്യങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് മരണം പകരം മതി എന്ന് ചിന്തിച്ചിരുന്ന ജനത, അവർ ആഗ്രഹിച്ച 3 കാര്യങ്ങളിലൊന്ന് ഫമിൻഹുന്ന സബഖിൽ ആദിലാതി ബിശർബത്തിൻ കുമൈതിൻ മതാ മാ തുഅല ബിൽമാഇ തുസ്ബിദി. അഥവാ രാവിലെ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് ആദ്യമായി മദ്യത്തിന്റെ ചഷകം ചുണ്ടോടടുപ്പിച്ച് വയറ് നിറയെ മദ്യം കുടിക്കണം. എന്തിനു മുമ്പ് ഫമിൻഹുന്ന സബഖിൽ ആദിലാത്ത്, രാത്രി മൂക്കറ്റം കുടിച്ച് കിടന്ന് പിറ്റേന്ന് രാവിലെ തന്നെ എഴുന്നേറ്റ് വീണ്ടും മദ്യം കുടിക്കുമ്പോ
വീട്ടിലെ പെണ്ണുങ്ങൾ തെറി പറഞ്ഞുകൊണ്ട് ചീത്ത വിളിച്ചുകൊണ്ട് ഉണർന്ന ഉടനെ തന്നെ ഇത് മോന്തുകയാണോ എന്ന് ചോദിച്ച് ബൽസിക്കാൻ എഴുന്നേറ്റ് വരുന്ന ഉമ്മ പെങ്ങന്മാർ ഉറക്കം ഉണരുന്നതിന് മുമ്പ് തന്നെ, വീട്ടിലെ പെണ്ണുങ്ങൾ ഉണരുന്നതിന് മുമ്പ് തന്നെ വയറ് നിറയെ കുടിക്കണം. എന്ത്? വെള്ളമൊഴിച്ചാൽ നുരഞ്ഞു പൊന്തുന്ന തവിട്ട് നിറമുള്ള മദ്യം വയറ് നിറയെ കുടിക്കണമെന്ന് ചിന്തിച്ച, അതാണ് ജീവിതത്തിന്റെ അടിസ്ഥാന ആശയം എന്ന് മനസ്സിലാക്കിയ ലഹരിയിൽ ജീവിതം തുലച്ചു പോയ യുവത. അതെ, മഴയുമായി വരുന്ന ആ കാർമേഘങ്ങൾ, തണുത്ത ആ കാർമേഘങ്ങൾക്ക് കീഴ വരുന്ന തണുത്ത കാറ്റ്, ആ തണുത്ത അന്തരീക്ഷത്തിൽ തമ്പുകൾ കെട്ടിയിട്ട് അതിന്റെ ഉള്ളിൽ തരുണികളുമായി സല്ലപിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഇരിക്കണമെന്ന്, അതാണ് ഞങ്ങളുടെ ജീവിത അഭിലാഷമെന്ന് ചിന്തിച്ചിരുന്ന ജനത, അങ്ങനെ അഴുക്കുചാലുകളിൽ ജീവിച്ച ജനത, സർവ ജാഹിലിയത്തും ഉൾക്കൊണ്ട ജനത, സർവ അന്ധകാരങ്ങളും ഉൾക്കൊണ്ട ജനത. അംർ ഇബ്നു കുൽസൂം പറഞ്ഞതുപോലെ, അലാ യജ്ഹലന്ന അഹദുൻ അലൈനാ ഫനജ്ഹല ഫൗക ജഹ്ലിൽ ജാഹിലീന. ലോകത്ത് തുല്യമായി ഒരിക്കലും കാണാൻ കഴിയാത്ത ജഹാലത്ത് വേറിയിരുന്ന ജനത. വിശുദ്ധ ഖുർആൻ അവരെ ഉപമിച്ചത്, അല്ലെങ്കിൽ ആ അവസ്ഥയെ ഉപമിച്ചത്, ഔ കളുലുമാതിൻ ഫീ ബഹരിൽ ലുജ്ജി യഗ്ശാഹു മൗജും മിൻ ഫൗഖിഹി മൗജും മിൻ ഫൗഖിഹി സഹാബ്. നമുക്കറിയാം, മലപ്പുറം ജില്ലയിലെ ജബ്ബാർ മാഷ് എന്ന് പറയുന്ന ആള് 6-ാം നൂറ്റാണ്ടിലെ കാട്ടറബികളായ ആളുകൾക്ക് അക്കാലഘട്ടത്തിൽ പരിചിതമായ ശാസ്ത്രമല്ലാതെ ആധുനികമായി മനുഷ്യൻ കണ്ടെത്തിയ ഏതെങ്കിലും ഒരു ശാസ്ത്രം ഖുർആനിലുണ്ട് എന്ന് തെളിയിക്കാമോ എന്ന് വെല്ലുവിളിച്ചു വന്നപ്പോൾ, മലപ്പുറത്തിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് വിശ്വാസികളുടെ സാരഥിയായി കടന്നു വന്ന ബഹുമാന്യരായ പണ്ഡിതന്മാർ ഓതിക്കൊടുത്ത വചനം, അതെ, ഔ കളുലുമാതിൻ ഫീ ബഹരിൽ ലുജ്ജി യഗ്ശാഹു മൗജുൻ മിൻ ഫൗഖിഹി മൗജുൻ മിൻ ഫൗഖിഹി സഹാബ്. അതെ, ആഴക്കടലിൽ ഉള്ള അഥവാ കടലിന്റെ അടിത്തട്ടിലുള്ള ആ ഇന്റേണൽ വേവ്, അഥവാ മീറ്ററുകളോളം കടലിന്റെ അടിയിൽ പോയാൽ കടലിന്റെ അടിത്തട്ടിലുള്ള ആ തിരമാലകൾ, മാത്രമല്ല തിരമാലകൾക്ക് പുറമേ മിൻ ഫൗഖിഹി മൗജ്, അതിന്റെ ഉപരിയിൽ കാണുന്ന തിരമാലകൾ. അപ്പൊ 2 തിരമാലകൾ, അതിന് പുറമേ മിൻ ഫൗഖിഹി സഹാബ്, അതിന്റെ മുകളിൽ കാർമേഘം. അങ്ങനെ വന്നപ്പോൾ സ്വാഭാവികമായും ഈ ഭൂമിയിൽ വെളിച്ചവുമായി കടന്നു വരുന്ന സൂര്യന്റെ പ്രകാശം കടലിന്റെ അടിത്തട്ടിലേക്ക് എത്താൻ കഴിയാതായി എന്ന് മാത്രമല്ല, ആ ആഴക്കടൽ ഇരുളുകളായി മാറി, തട്ടുതട്ടുകളായി ഇരുളുകളായി മാറി, അത് ഏറ്റവും വലിയ കൂരിരുളായി മാറി. എത്രത്തോളം ഇദാ അഖ്റജ യദഹു ലം യഖദ് യറാഹാ, ആ കടലിൽ ആ കൂരിരുട്ടിൽ അകപ്പെട്ടു പോയ ഒരാള് തന്റെ കൈയെടുത്ത് ഒന്ന് നോക്കിയാൽ ആ കൈ പോലും, സ്വന്തം കരം പോലും കാണാൻ കഴിയാത്ത രൂപത്തിലുള്ള കൂരിരുട്ടിൽ അകപ്പെട്ടു പോയ ആളുകൾ, ആ ഇരുളിൽ ജീവിക്കുന്ന ആളുകൾ, ആ കടലിന്റെ അടിത്തട്ടിലുള്ള സമാനതകളില്ലാത്ത ഇരുൾ പോലെ തന്നെ ഭൗതിക ലോകത്ത് മനസ്സിനന്ധകാരം ബാധിച്ച്, കാഴ്ചക്കന്ധകാരം ബാധിച്ച്, ചിന്തക്കന്ധകാരം ബാധിച്ച് ഇരുളിൽ തപ്പിത്തടയുന്ന ജനത, അവിടേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകാശം കൊണ്ടുവരുന്നത്. വമല്ലം യജഅലില്ലാഹു ലഹു നൂറാ ഫമാ ലഹു മിൻ നൂർ എന്ന് ഖുർആൻ പറഞ്ഞ പ്രകാശം. അല്ലാഹു ഒരാൾക്ക് പ്രകാശം കൊടുത്തിട്ടില്ലെങ്കിൽ ആ സമൂഹത്തിന് പിന്നെ പ്രകാശം കൊടുക്കാൻ ആരുമില്ലെന്ന് ഖുർആൻ പറഞ്ഞില്ലയോ? ആ രൂപത്തിൽ അല്ലാഹു അവതരിപ്പിച്ച പ്രകാശം, അല്ലാഹുവിന്റെ ദീനാകുന്ന പ്രകാശം, ആ പ്രകാശം വന്നപ്പോഴാണ് അതേ നേരത്തെ ജാഹിലിയത്തിന്റെ ഇരുൾ കഴിഞ്ഞ ജനത അവർ ഏറ്റവും ഉത്തമ സമൂഹമായി മാറിയത്, ഏറ്റവും ഉത്തമ തലമുറയായി മാറിയത്, ഏറ്റവും ഉന്നതമായ വ്യക്തിത്വങ്ങളായി മാറിയത്. വിശുദ്ധ ഖുർആൻ ഇത് പറഞ്ഞുവല്ലോ, കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി പുറപ്പെടുവിക്കപ്പെട്ട ഉത്തമ സമൂഹമാണ് നിങ്ങളെന്ന് ഖുർആൻ പറഞ്ഞില്ലയോ? എങ്ങനെയാണ് അവർ ഉത്തമ സമൂഹമായത്? എന്തിന്റെ പേരിലാണ് അവർ ഉത്തമ സമൂഹമായത്? എന്ത് ക്വാളിറ്റി കൊണ്ടാണ് അവർ ഉത്തമ സമൂഹമായത്? ആ ഉത്തമ സമൂഹം അവരാകി മാറാനുള്ള കാരണം വഹീനെ അവർ അന്ധമായി സ്വീകരിച്ചു എന്നതിന്റെ പേരിലാണ്, വഹീനെ പൂർണ്ണാർത്ഥത്തിൽ അവർ ഉൾക്കൊണ്ടു എന്നതിന്റെ പേരിലാണ്. അല്ലാഹു ഒരു കാര്യം പറഞ്ഞാൽ, അള്ളാന്റെ റസൂൽ ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ അതിനോട് എതിർത്ത് സംസാരിക്കാൻ അവരുടെ നാവ് പൊങ്ങിയില്ല എന്നതുകൊണ്ട്
കൊണ്ട് തന്നെയാണ് അല്ല ഒരു കാര്യം പറഞ്ഞാൽ, റസൂൽ ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ അവിടെ എന്റെ ബുദ്ധി കൊണ്ട് അളക്കേണ്ടതില്ല എന്നവർ മനസ്സിലാക്കിയത് കൊണ്ടാണ്. കാരണം എന്റെ ബുദ്ധിക്കെതിരായതോ എന്റെ ജീവിത സാഹചര്യങ്ങൾക്കെതിരാകുന്നതോ എന്നെ പടച്ചവനായ അള്ളാഹു അവതരിപ്പിക്കില്ല എന്ന ഉറച്ച വിശ്വാസമുള്ളത് കൊണ്ടാണ്. കാരണം റബ്ബ് ഹക്കീമായവനാണ്, അലീമായവനാണ്, സർവ്വതും അറിയുന്നവനാണ്, സർവ്വതും അതേ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബാണ്, മുദബ്ബിറാണ്. എന്റെ സയൻസ് ആ റബ്ബിന്റെ സൃഷ്ടിപ്പിൽ നിന്ന് മാത്രം കണ്ടെടുത്തതാണ്. അഥവാ ഞാൻ കണ്ടുപിടിക്കുന്ന എന്റെ ഗവേഷണം പോലും ആ റബ്ബിന്റെ സൃഷ്ടി വൈഭവമുണ്ടല്ലോ, ആ സൃഷ്ടി വൈഭവത്തിന്റെ ആ അരികും മൂലയും തപ്പി ഞാൻ കണ്ടെത്തുന്ന അറിവാണ് എന്റെ ശാസ്ത്രം എന്ന് മനസ്സിലാക്കിയവരാണ് അവര്. അഥവാ റബ്ബിന്റെ സൃഷ്ടിപ്പിനപ്പുറത്തൊരു ശാസ്ത്രമില്ല. റബ്ബിന്റെ വ്യവസ്ഥ, അവന്റെ തഖ്ദീർ, ആ തഖ്ദീറിൽ നിന്ന് മനുഷ്യൻ കണ്ടെത്തുന്ന കാര്യങ്ങളാണ് ശാസ്ത്ര സത്യങ്ങളെന്ന് മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും മാത്രമല്ല അവന്റെ ചിന്ത പോലും അല്ലാഹുവിന്റെ ഈ സിസ്റ്റത്തെ കുറിച്ചാണ്. അല്ലാതെ അള്ളാഹു പറയുന്ന കാര്യങ്ങളിൽ അവന് ഏതെങ്കിലും പറ്റുന്നതുണ്ടോ പറ്റാത്തതുണ്ടോ എന്നുള്ളതല്ല. നേരെ മറിച്ച് അവൻ ഒരു ഹംദ് പറയുന്നുവെങ്കിൽ, ഹംദ് സമർപ്പിക്കുന്നുവെങ്കിൽ, അൽഹംദുലില്ലാ എന്നൊരാൾ പറയുന്നുവെങ്കിൽ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുന്നുവെങ്കിൽ, അതുപോലും ആ മനുഷ്യനെ കൊണ്ട് പറയിപ്പിക്കുന്നത് അല്ലാഹു എന്ന ജലാലായ റബ്ബിന്റെ ഏറ്റവും ഉന്നതമായ ആസൂത്രണവും അവന്റെ തർബീയത്തും അവന്റെ സിസ്റ്റവും ഉൾക്കൊണ്ട് പറയുന്ന വാക്കാണ്. മനസ്സിലാക്കേണ്ടതുണ്ട്. തിരിച്ച അളവുകോല് തിരിഞ്ഞു പോകരുത്, അളവുകോല് മാറിപ്പോകരുത്. അള്ളാനെ അളക്കാൻ അളവുകോൽ ഉണ്ടാക്കരുത്, റബ്ബിനെ അളക്കാൻ ബുദ്ധി കൊണ്ടുവരരുത്. നേരെ മറിച്ച് ബുദ്ധി ഉപയോഗിച്ചോ. എന്തിനാണ് ബുദ്ധി ഉപയോഗിക്കേണ്ടത് എന്നറിയുമോ? അള്ളാഹുവിനെ അറിയാൻ, അവന്റെ പടപ്പുകളെ കുറിച്ച് ചിന്തിച്ചോ, ആവോളം ചിന്തിച്ചോ. അതാ റബ്ബ് പറഞ്ഞത്, നിനക്ക് ചിന്തിക്കാൻ ഈ ഭൂമി ലോകത്ത് ഒരുപാടുണ്ട്, അതിനപ്പുറത്തേക്ക് നിന്റെ ചിന്ത കടന്നു ചെല്ലൂല. നിനക്ക് ചിന്തിക്കാൻ വിശാലമായ പ്രപഞ്ചമുണ്ട്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൽ ലിഉലിൽ അൽബാബ്. നിന്റെ സർവ്വ സാങ്കേതിക സംവിധാനങ്ങളെയും ഉപയോഗിച്ചുകൊണ്ട് ശാസ്ത്രം പഠിച്ചോ. നീ അള്ളാഹുവിന്റെ സിസ്റ്റത്തെ കുറിച്ച് പഠിച്ചോ. അള്ളാനെ അങ്ങോട്ട് അളക്കാൻ പോകണ്ട. അള്ളാന്റെ സിസ്റ്റത്തെ കുറിച്ച് പഠിച്ചാൽ, റബ്ബിന്റെ സിസ്റ്റത്തെ കുറിച്ച് മനസ്സിലാക്കിയാൽ, അള്ള ഒരുക്കി അവന്റെ തഖ്ദീറിനെ സംബന്ധിച്ച് മനസ്സിലാക്കിയാൽ, സ്വാഭാവികമായും നീ പറഞ്ഞു പോകുന്നൊരു വാചകം അത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന വാചകമാണ്, സുബ്ഹാനല്ലാഹ് എന്ന വാചകമാണ്, അൽഹംദുലില്ലാഹ് എന്ന വാചകമാണ്, അല്ലാഹു അക്ബർ എന്ന വാചകമാണ്. അതുകൊണ്ടാണ് റബ്ബുൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന ആയത്തിന് തഫ്സീർ പറയുമ്പോൾ പോലും മുഫസ്സിറുകളായ ആളുകൾ എത്രയാ വ്യാഖ്യാനിച്ചത്. ആ മുഫസ്സിറുകളായ ആളുകൾ ശാസ്ത്രജ്ഞന്മാരല്ലടോ. അവർ ഈ രൂപത്തിൽ ഭൗതിക ലോകത്ത് സയൻസിന്റെ പാഠപുസ്തകങ്ങൾ വായിച്ചു പഠിച്ചവരല്ല. എന്നാൽ അള്ളാന്റെ ആയത്ത് അവർ പഠിച്ചപ്പോ അവർ സയന്റിസ്റ്റുകളായി മാറുകയാണ്, തിരിഞ്ഞു മാറുകയാണ്. ആയത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ശാസ്ത്രം പഠിച്ചതല്ല, ആയത്ത് വ്യാഖ്യാനിക്കാൻ വേണ്ടി ശാസ്ത്രം പഠിച്ചതല്ല. ആയത്ത് പഠിച്ചപ്പോൾ അവർ സയന്റിസ്റ്റുകളായി മാറുകയാണ്. കാരണം അത്രമാത്രം ബുദ്ധിപരമാണ് അള്ളാഹുവിന്റെ ഓരോ ആയത്തും, അള്ളാഹുവിന്റെ ഓരോ കലിമത്തും അത്രമാത്രം ബുദ്ധിപരമാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നൊരു മുഅ്മിനായ മനുഷ്യൻ പറയുമ്പോൾ, അല്ലെങ്കിൽ ആയത്ത് വായിക്കുമ്പോൾ, സ്വാഭാവികമായും അതിൽ റബ്ബ് എന്ന് പറയുന്ന റബ്ബിന്റെ ആ വസ്ഫുണ്ടല്ലോ, വിശേഷണമുണ്ടല്ലോ, ഇസ്മുണ്ടല്ലോ, റബ്ബുൽ ആലമീൻ എന്ന ഇസ്മുണ്ടല്ലോ, അത് മാത്രം എടുത്ത് ചിന്തിച്ചയാള് എന്തുകൊണ്ടാണ് അൽഹംദു പറയുന്നത് എന്ന് വ്യാഖ്യാനിച്ചപ്പോൾ രേഖപ്പെടുത്തിയത്, വുജൂഹു തർബിയത്തില്ലാഹി ലിഅബ്ദിൽ അബ്ദി കസീറ ഗൈറു മുതനാഹിയ വനഹ്നു നദ്കുറു മിൻഹാ അംസില. അല്ലാഹുവിന്റെ തർബിയത്ത്, റബ്ബിന്റെ സിസ്റ്റം, ആ സിസ്റ്റത്തെ സംബന്ധിച്ച് നമ്മളൊന്ന് ചിന്തിക്കുകയാണ് എങ്കിൽ, അതിന്റെ വകഭേദങ്ങളൊന്ന് ആലോചിക്കുകയാണ് എങ്കിൽ, പൂർണ്ണമായും ഒരു മനുഷ്യായുസ് മുഴുവനും എടുത്തുപയോഗിച്ചാൽ പോലും, ഒരു പുരുഷായുസ് ഒരാൾക്കല്ല കൊടുത്തിട്ട് ആ ആയുസ് മുഴുവൻ ചിന്തിച്ചാൽ പോലും അള്ളാഹുവിന്റെ തർബീയത്തിന്റെ ആ ഒരു അവസ്ഥ, അതിന്റെ ഒരു അംശം പോലും ചിന്തിച്ചു തീർക്കാൻ മനുഷ്യന് കഴിയില്ല കേട്ടോ. എന്തിന് വലിയ ലോകത്തേക്ക് പോകണം? ലമ്മാ വഖഅത് ഖുത്രത്തുൻ നുത്ഫതി മിൻ സുൽബിൽ അബി ഇലാ റഹിമിൽ ഉമ്മി. സ്വന്തം പിതാവിൽ നിന്ന് തന്റെ മാതാവിലേക്ക് ആദ്യമായി ഒരു മനുഷ്യൻ സഞ്ചരിച്ച നിമിഷം, അഥവാ അതേ കോടാനക്കോടി ആ ബീജഗണങ്ങളിൽ ഒരു ബീജഗണമായിരുന്ന അവസ്ഥയിൽ നിന്ന്
ഫൻദുർ കൈഫ അന്നഹാ സാറത് അലഖതൻ അവല. അവൻ എങ്ങനെയാണ് ഒരു അലഖത്തായി, ഒരു രക്തകഷ്ടമായി മാറിയത്, രക്തക്കണ്ഡമായി മാറിയത് എന്ന് ചിന്തിക്കട്ടെ. സുമ്മ മുദ്അതൻ സാനിയ, പിന്നെ ഒരു മനുഷ്യൻ വായിലിട്ട് കടിച്ചിട്ട് പുറത്തേക്കെടുത്ത് നോക്കുമ്പോൾ പല്ലിന്റെ ആ പാടുകളുള്ള ഒരു ബബിൾക്കം പോലെ, ആ ഒരു അവസ്ഥ പോലെ ഒരു മാംസക്കഷ്ടമായി മാറിയ അവസ്ഥ, അവസ്ഥയിലേക്ക് എങ്ങനെയാണ് അവൻ മാറിയതെന്ന് ചിന്തിക്കട്ടെ. സുമ്മ തവല്ലദത് മിൻഹാ അഅ്ളാഉം മുഖ്തലിഫ, തഴയും മുഴയുമായിരുന്ന മാംസക്കട്ടത്തിൽ നിന്ന് വ്യത്യസ്തങ്ങളായ അഅ്ളാഉകൾ, അവയവങ്ങൾ എങ്ങനെയാണ് പുറത്തു വന്നതെന്ന് അവർ ചിന്തിക്കട്ടെ. മിത്ലൽ ഇളാം വൽ അളാരിഫി വൽ റിബാതാതി വൽ ഔതാരി വൽ ഔരിദതി വശറാബീൻ, അതേ അസ്ഥികളായി, ഉപാസ്ഥികളായി, മാംസപേശികളായി, നാഡികളായി, ധമനികളായി, സെല്ലുകളായി, സെല്ലുകളായി അവന്റെ ശരീരത്തിൽ രൂപപ്പെട്ടു വന്ന സിസ്റ്റത്തെ കുറിച്ച് അവൻ ചിന്തിക്കട്ടെ. എന്നിട്ടോ തുമ്മത്തസലൽ ബഅദു ബിൽ ബഅദ് തുമ്മ ഹസല ഫീ കുല്ലി വാഹിദിൻ മിൻഹാ നൗഉൻ ഖാസും മിൻ അൻവാഇൽ ഖുവാ, ശരീരത്തിൽ രൂപപ്പെട്ട ഓരോ അവയവത്തിനും വ്യത്യസ്തങ്ങളായ കഴിവുകൾ, കണ്ണിന് കണ്ണിന്റേതായത്, കാതിന് കാതിന്റേതായത്. ഫഹസലത്തിൽ ഖുവ്വത്തുൽ ബാസിറത്തു ഫിൽ ഐൻ, കണ്ണിന് കാണാനുള്ള കഴിവ്, വസ്സാമിഅത്തു ഫിൽ ഉദ്നി, കാതിന് കേൾക്കാനുള്ള കഴിവ്, വന്നാതിഖത്തു ഫിൽ ലിസാനി, നാവിന് സംസാരിക്കാനുള്ള കഴിവ്. ഇങ്ങനെ അവന്റെ ചിന്തയും ബുദ്ധിയും ഉപയോഗിച്ചപ്പോ എവിടെ? അള്ളാഹുവിന്റെ പടപ്പുകളിൽ, അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ, അള്ളാഹുവിന്റെ ആയത്തുകൾ പഠിച്ച് മനസ്സിലാക്കി ഉൾക്കൊള്ളുന്ന ആ വിഷയത്തിൽ മനുഷ്യൻ നേരെ തിരിച്ച് അള്ളാഹുവിന്റെ ആയത്ത് അത് ബുദ്ധിയുണ്ടെങ്കിൽ സ്വീകരിക്കാമെന്നതിന് പുറമെ ആ നിലപാടിനപ്പുറത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി ഒരുക്കിയ സൗകര്യങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോ ഫസുബ്ഹാൻ, ആ മനുഷ്യൻ പറഞ്ഞു പോകുന്നു, ഫസുബ്ഹാന മൻ അസ്മഅ ബിഅളും, ഫസുബ്ഹാന മൻ അസ്മഅ ബിഅളും. അല്ലാഹുവേ, എന്റെ ശരീരത്തിലെ ഏറ്റവും ചെറിയ എല്ലുള്ളത് എന്റെ ചെവിക്കുള്ളിലാണ്. ആ ചെറിയ ഒരു എല്ലും ഘട്ടത്തെ കൊണ്ട് എന്നെ കേൾപ്പിക്കുന്നവനായ അല്ലാഹ് നീയാണ് സുബ്ഹാനായവൻ. ഫസുബ്ഹാന മൻ അസ്മഅ ബിഅളും, എന്റെ ചെവിക്കുള്ളിൽ ഒരു ചെറിയ എല്ലിട്ട് തന്നിട്ട് ആ എല്ലിനെ അനക്കിയിട്ട് എന്നെ കേൾപ്പിക്കുന്നവനായ അല്ലാഹ് നീയാണ് സുബ്ഹാനായവൻ. വബസ്സറ ബിശഹം, ആധുനികമായി മനുഷ്യൻ കണ്ടുപിടിച്ച ആധുനികമായ ക്യാമറകളെ വെല്ലുന്ന ക്യാമറകളാണ് കണ്ണുകളായി അല്ലാഹുവേ നീ എനിക്ക് വെച്ചു തന്നത്. ആ കണ്ണുകൊണ്ട് നീ എന്നെ കാണിക്കുന്നത് എങ്ങനെയെന്നറിയോ? ചെറിയ ഒരു പാട കൊണ്ടാണ് എന്നെ കാണിക്കുന്നത്. അഥവാ എന്റെ കണ്ണിൽ ഒരു സൂചി കൊണ്ട് കുത്തിയാൽ പൊട്ടിപ്പോകുന്ന 40 വയസ്സ് കഴിയുമ്പോൾ മെല്ലെ എന്റെ കണ്ണിലേക്ക് പടർന്നു വരുന്ന തിമിരം, ആ തിമിരം ബാധിച്ചാൽ പോലും കാഴ്ച മറഞ്ഞു പോകാൻ മാത്രം ലോലമായ ഒരു പാട എന്റെ കണ്ണിലിട്ട് തന്നിട്ട് ആ പാട കൊണ്ട് എന്നെ കാണിക്കുന്ന ഈ മഹാപ്രപഞ്ചത്തിന്റെ പ്രവിശാലമായി ലോകത്തിന്റെ വർണ്ണവിരാജികൾ മുഴുവനും എന്റെ കണ്ണിന്റെ മുന്നിൽ കൊണ്ടുവന്നിട്ട് സപ്തവർണ്ണങ്ങളിലായി എന്റെ തലച്ചോറിൽ അത് എത്തിച്ചുകൊണ്ട് എനിക്ക് മനോഹരമായി കാണിച്ചു തന്ന അല്ലാഹ്, ആ ഒരു പാട കൊണ്ട് എന്റെ കാഴ്ചയെ സംവിധാനിച്ച അല്ലാഹുവേ നീയാകുന്നു പരിശുദ്ധനായവൻ. ഞാൻ മനുഷ്യനാണ്. മനുഷ്യന്റെ തഅരീഫ് പോലും അതേ ഹയവാനുൻ നാതിഖ്, സംസാരിക്കുന്ന മൃഗമെന്നതാണ്. ആ സംസാര വൈഭവം മനുഷ്യന്റെ പ്രത്യേകതയാണെങ്കിൽ ആ സംസാരം എനിക്ക് സാധ്യമാക്കിയത്, ആ സംസാരം എന്നെ കൊണ്ട് സാധ്യമാകുന്നത് അതേ വഅന്തഖബിലഹം, എന്റെ വായുടെ ഉള്ളിൽ അല്ലാഹു ഇട്ടു തന്ന ഒരു ഇറച്ചിക്കട്ടം കൊണ്ടാണ് എന്നെ അല്ലാഹു സംസാരിപ്പിക്കുന്നത്. ആ ചെറിയ ഇറച്ചിക്കട്ടം കൊണ്ട് സംസാരിപ്പിക്കുന്ന വഅന്തഖബിലഹം സുബ്ഹാന മൻ അന്തഖബിലഹം, ഒരു ചെറിയ മാംസക്കട്ടം കൊണ്ട് എന്നെ സംസാരിപ്പിക്കുന്ന അല്ലാഹ് നീ എത്രമാത്രം വലിയ സുബ്ഹാനാണ്. ഇങ്ങനെയാണ് അള്ളാഹുവിനെ സംബന്ധിച്ച് റബ്ബിനെ കുറിച്ച് പഠിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത് എന്ന് പറഞ്ഞാൽ അള്ളാഹ് ഒരു ആയത്ത് ഖുർആനിൽ ഇറക്കിയാൽ അത് പൂർണ്ണമായി എന്റെ ബുദ്ധി കൊണ്ട് നോക്കട്ടെ എന്ന് ചിന്തിക്കണമെങ്കിൽ അത്രയും വലിയ ബുദ്ധിയല്ലേ വേണ്ടത്. എന്നാൽ അള്ളാഹ് നിനക്ക് ഫിറ്റ് ചെയ്ത് വന്ന ഫിറ്റിങ്സിനെ കുറിച്ച് ചിന്തിക്കാൻ, അതിനെക്കുറിച്ച് പൂർണ്ണമായി പഠിച്ചു തീർക്കാൻ പോലുമുള്ള ബുദ്ധി നിന്റെ പക്കലില്ല എന്ന് അകൃത്യമായി അറിയണമെന്ന് മനസ്സിലാക്കുന്ന വേളയിലാണ് ഒരു മനുഷ്യൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പോലും പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ റബ്ബിൽ
റബ്ബിലേക്ക് പൂർണ്ണമായി മടങ്ങാൻ, അള്ളാഹുവിന്റെ ആയത്തുകളിലേക്ക് പൂർണ്ണമായി മടങ്ങാൻ, ഹദീത്തുകളിലേക്ക് പൂർണ്ണമായി മടങ്ങാൻ നമുക്കൊന്ന് സാധിക്കുന്നുവോ അന്ന് മാത്രമേ നമുക്ക് പൂർണ്ണമായി ഇസ്സത്തുണ്ടാകൂ, പൂർണ്ണമായ ഐക്യമുണ്ടാകൂ, പൂർണ്ണമായ ഐശ്വര്യമുണ്ടാകൂ, പൂർണ്ണമായ ബർക്കത്തുണ്ടാകൂ. ലോകത്ത് മുസ്ലിം ഉമ്മത്തിന് സംഭവിച്ച പിഴവുകൾ ഏതൊന്നെടുത്ത് പരിശോധിച്ചാലും അതേ ഉത്തമ സമൂഹത്തെ നന്നാക്കിയ, ഉത്തമ സമൂഹത്തെ സംസ്കരിച്ച, സ്വഹാബത്തിനെ വാർത്തെടുത്ത, ജാഹിലിയ്യത്തിന്റെ ഇരുളിൽ കാട്ടാളന്മാരായി ജീവിച്ച, സമൂഹത്തെ പരിവർത്തിപ്പിച്ച വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ആ സുന്നത്തിന്റെ ആശയതലങ്ങളിൽ നിന്ന് എന്ന് ഉമ്മത്ത് മാറിപ്പോയോ, അവിടെയൊന്ന് വേരിയേഷൻ ഉണ്ടായോ, അവിടെയൊന്ന് ഡീവിയേഷൻ ഉണ്ടായോ, അന്നാണ് ഉമ്മത്തിന് പിഴച്ചത്. ലോകത്ത് ശിയാക്കൾ രൂപപ്പെട്ടു വന്നു. എങ്ങനെയാ ശിയാക്കൾ രൂപപ്പെട്ടത്? മഹാനായ ഇബ്നു ഹജർ ഫത്ഹുൽ ബാരിയിൽ ഇമാം ഖുർത്തുബിയുടെ ഒരു ഉദ്ധരണി കൊണ്ടുവരുന്നത് കാണാൻ സാധിക്കും. കാനത്തി ശിയാതു, ശിയാക്കളെ സംബന്ധിച്ചിടത്തോളം, കാനത്തി ശിയാക്കളെ സംബന്ധിച്ചിടത്തോളം ഖദ് വദഉ അഹാദീസ്, അവർ ഹദീസുകൾ റസൂലുള്ളാഹിന്റെ പേരിൽ ഉണ്ടാക്കി, പ്രമാണങ്ങൾ നിർമ്മിച്ചു. അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ കള്ള ഹദീസുകൾ ഉണ്ടാക്കി. എന്തിനു വേണ്ടിയിട്ട്? അതേ ഔസാ ബിൽ ഖിലാഫത്തി മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹിന്റെ കാലശേഷം വസിയ്യാക്കണമെന്ന് നബി പറഞ്ഞിട്ടുണ്ട് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് കള്ള ഹദീസുകൾ ഉണ്ടാക്കി. അങ്ങനെ ഇതാ പ്രമാണങ്ങളിൽ അവർ കൈക്രിയ നടത്തി. സ്വാഭാവികമായും സ്വഹാബത്ത് എഴുന്നേറ്റ് വന്നു, റസൂലുള്ളാഹിന്റെ സ്വഹാബത്ത് എഴുന്നേറ്റ് വന്നു. ഫറദ്ദ അലൈഹിം ജമാഅത്തും മിനസ് സ്വഹാബത്തി ദാലിക, അതേ റസൂലുള്ളാഹിന്റെ സ്വഹാബത്ത് എഴുന്നേറ്റ് മറുപടി പറയേണ്ടി വന്നു ശിയാക്കൾക്ക്. അതിന് മഹദി ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നേതൃത്വം നൽകുകയാണ്, നമ്മുടെ ഉമ്മ നേതൃത്വം നൽകുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ അലി ഇബ്നു അബീ ത്വാലിബിനെ വസിയ്യാക്കാൻ പ്രത്യേകമായ വസിയ്യത്ത് നൽകിയിട്ടുണ്ട് എന്ന് കള്ള ഹദീസ് നിർമ്മിച്ച് അതേ പ്രമാണങ്ങളിൽ കൈകടത്തിയിട്ട് ശിയാക്കൾ കടന്നു വന്നപ്പോ മഹദി ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ എഴുന്നേറ്റ് വന്നുകൊണ്ട് ചോദിച്ചു, മത്താ ഔസാ ഇലൈ. ലോകത്ത് ആദ്യമായി ഇസ്ലാമിക സമൂഹത്തിൽ നടന്ന മറുപടി പ്രസംഗങ്ങളിൽ, ഖണ്ഡന പ്രസംഗങ്ങളിൽ ഒരു പ്രസംഗമായിരുന്നു അത്. ഇമാം ബുഖാരി അത് ഉദ്ധരിക്കുന്നത് കാണാം. ആ ഖണ്ഡന പ്രസംഗം നടത്തുന്നത്, ആ മറുപടി പ്രസംഗം നടത്തുന്നത് മഹദി ആയിഷ ബീവിയാണ്. അതേ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബീവിയെ പറ്റി പറഞ്ഞത് കാനത്ത് ഉമ്മുന ഫിൽ ഇൽമി ബഹ്റാ, സമുദ്ര സമാനം ഇൽമുള്ള ആ മഹദി എഴുന്നേറ്റ് വന്നുകൊണ്ട് പറഞ്ഞു, മത്താ ഔസാ ഇലൈ, എപ്പോഴാണ് റസൂൽ ഇങ്ങനെ ഒരു വസിയ്യത്ത് പറഞ്ഞത്? എപ്പോഴാണ് റസൂൽ ഇങ്ങനെ വസിയ്യത്ത് നൽകിയത്? വഖദ് കുന്തു മുസ്നിദതഹു ഇലാ സദരി, ഈ മാറിലാണ് എൻ്റെ റസൂലിനെ ഞാൻ അതേ ഏറ്റുവാങ്ങിയത്. അഥവാ റസൂലുള്ളാഹിന്റെ അന്ത്യനിമിഷങ്ങളിൽ ആ റസൂല് കിടന്ന മാറാണിത്. എൻ്റെ മടിത്തട്ടിലാണ് പ്രവാചകൻ കിടന്നത്. ആ സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ റസൂല് വെള്ളം ആവശ്യപ്പെട്ട നേരത്ത് പ്രവാചകൻ ആവശ്യപ്പെട്ട പ്രകാരം ആ വെള്ളം റസൂലുള്ളാഹിക്ക് കൊടുക്കുകയും നബി അത് കുടിക്കുകയും എന്നിട്ട് എൻ്റെ മാറിൽ തന്നെ കിടക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനിടയിൽ അതേ റസൂലുള്ള മരിച്ചുപോയി, വഫാത്തായി പോയി. ഫമാ ശഅർതു അന്നഹു ഖദ് മാത്, നബി മരിച്ച വിവരം അഥവാ എൻ്റെ നെഞ്ചിൽ മാറിൽ ചാരിക്കിടന്ന റസൂല് എപ്പോഴാണ് മരണപ്പെട്ടത് എന്ന് പോലും ഞാൻ അറിഞ്ഞില്ല. ആ നിലയ്ക്കൊരു പ്രയാസമുണ്ടാക്കാതെ മാറുകൊണ്ട് പ്രവാചകനെ ഏറ്റെടുത്തവളാണ് ഞാൻ. മതാ ഔസാ ഇലൈ, ആ ഞാൻ അറിയാത്തൊരു വസിയ്യത്ത് റസൂൽ എപ്പോഴാണ് നൽകിയത് എന്ന് ചോദിച്ച് രംഗത്ത് വന്നത് മഹദി ആയിഷ ബീവിയാണ്. അപ്പൊ കള്ള ഹദീസുകൾ ഉണ്ടാക്കിയിട്ട് പ്രമാണങ്ങളിൽ വഹയിൽ കൈക്രിയ നടത്തി രംഗത്ത് വന്ന ശിയാക്കൾ, ആ ശിയാക്കളുടെ കടന്നുവരവ് മുസ്ലിം ഉമ്മത്തിനുണ്ടാക്കിയ ദുരന്തം ഇന്നും അവസാനിച്ചിട്ടില്ല. ഇന്നും ആ ദുരന്തം നീണ്ടു നിൽക്കുകയാണ്. റസൂലുള്ളാഹിന്റെ സ്വഹാബത്തിന്റെ കാലത്തിലുണ്ടായ ഭിന്നത, ആ ഫിത്ന ഇന്നും നിലനിൽക്കുകയാണ്. ആ ഫിത്നയുണ്ടാകുന്നത് പ്രമാണം, ആ പ്രമാണം അഥവാ തെളിവ് ഖുർആനും സുന്നത്തുമായ അളവുകോല്, ആ അളവുകോലിൽ കൈക്രിയ നടത്തിയപ്പോഴാണ്. പിന്നെ വരുന്നു അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ആര്? അവരാരാണ്? ഖവാരിജുകളാണ്. അവരെ സംബന്ധിച്ച് എന്താണ് മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞത്? ലൈസു മിമ്മൻ യതഅമ്മദുൽ കദിബ് ബൽ ഹും മഅറൂഫൂന ബിസ്സുദ്ഖി. ഖവാരിജുകൾ എന്ന് പറയുമ്പോൾ അവരൊരിക്കലും കളവിന്റെ പേരിൽ അറിയപ്പെട്ട ആളുകളല്ല.
അവർ കളവിന്റെ പേരറിയപ്പെട്ട ആളുകളല്ല, ബൽഹും മഅറൂഫൂന ബിസ്സുദ്ഖി, അവർ സത്യസന്ധതയുടെ പേരറിയപ്പെട്ട ആളുകളാണ്. വലിയ നിസ്കാരത്തഴമ്പുള്ള ആളുകള്, അതേ വളരെ ചെറിയ കമീസ് ധരിക്കുന്ന, കണ്ടം വെച്ച കോട്ട് ധരിക്കുന്ന, അങ്ങേറ്റം സുഹുദിന്റെ പ്രകടന ഭാവങ്ങളുള്ള ആളുകള്, അത്തരം ആളുകള് ഹത്താ യുഖാൽ, പലപ്പോഴും പറയപ്പെട്ടിട്ടുണ്ട്, ഇന്ന ഹദീതഹും മിൻ അസഹിൽ ഹദീസ്, ഖവാരിജികളായ ആളുകൾ കൊണ്ടുവന്ന ഹദീസ് അവർ സ്വഹീഹായ ഹദീസല്ല, നേരെ മറിച്ച് സ്വഹീഹിന്റെ ദർജയും മുകളിൽ, ആ ദർജക്കും മുകളിലുള്ള അസ്വഹായ ഹദീസാണ് ഖവാരിജികൾ കൊണ്ടുവന്ന ഹദീസ്. അവർ ഓതിയതോ വിശുദ്ധ ഖുർആനിലെ ആയത്തും അസ്വഹായ ഹദീസുകളുമാണ്. പക്ഷെ അവർക്ക് എന്താ സംഭവിച്ചത്? ലാകിന്നഹും ജഹിലൂ വളല്ലൂ, ആയത്തിൽ എന്താ പറഞ്ഞത് എന്ന് അവർക്ക് തിരിഞ്ഞില്ല, ഹദീസിൽ എന്താ പറഞ്ഞത് എന്ന് അവർക്ക് തിരിഞ്ഞില്ല. ഏതുപോലെ നമ്മൾ കേട്ടതുപോലെ വിശുദ്ധ ഖുർആനിൽ വൈദാ ദുക്കിറൂ ബിആയാതി റബ്ബിഹിം ലം യഖറൂ അലൈഹാ സുമ്മൻ വഉമ്യാനാ എന്ന ആയത്തോതിയിട്ട് ആയത്തിൽ അല്ലാഹ് എന്ത് പറഞ്ഞോ അതിന് നേരെ തലതിരിച്ച് അർത്ഥം പറഞ്ഞതുപോലെ ഇവർ ആയത്തോതി ഖവാരിജികൾ. പക്ഷേ അവർ ജഹിലു, വിവരമില്ലാത്തവരായി പോയി, വളല്ലു, അങ്ങനെ അവർ പിഴച്ചവരായി, ഫീ ബിദ്അത്തിഹിം, അവരുടെ ബിദ്അത്തിന്റെ കാര്യത്തിൽ. അതേ, അവരുടെ ബിദ്അത്ത് പോയി സന്ദഖത്തിലേക്ക് അവരെത്തി, സിന്ദീഖായി അവർ മാറി, ഇൽഹാദിലേക്ക് അവരെത്തി, നിഷേധികളായി അവർ മാറി. ബൽ അൻ ജഹിലിൻ വദലാലിൻ ഫീ മഅരിഫത്തി മആനിയൽ കിതാബ്, അവർക്ക് സംഭവിച്ച ഈ ഇൽഹാദാകട്ടെ, സിന്ദീഖ് എന്ന് പറയുന്ന ദർജയാകട്ടെ, ഈ നിർമ്മിത വാദമാകട്ടെ, ഇത് മുഴുവനും അവർ എത്തിയത് അല്ലെങ്കിൽ എത്തിച്ചത് അൻ ജഹിലിൻ വദലാലിൻ ഫീ മഅരിഫത്തി മആനിയൽ കിതാബ്, അല്ലാഹുവിന്റെ കിതാബിന്റെ അർത്ഥം തിരിയാതെ പോയി അവർക്ക്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസിന്റെ അർത്ഥം തിരിയാതെ പോയി അവർക്ക്. അങ്ങനെയാണ് അവർ പിഴച്ചു പോയത്. ഈ രണ്ടു കൂട്ടരും പ്രശ്നം തന്നെയാണ്. ഒന്ന് ആശാന്റെ നെഞ്ചത്ത്, വേറൊന്ന് കളരിക്ക് പുറത്ത്. ഒന്ന് ദുർബല ഹദീസ് ഉണ്ടാക്കുകയാണ്, കള്ള ഹദീസ് ഉണ്ടാക്കുകയാണ്. അതുപോലെ തന്നെ ഇതാ മതം നിർമ്മിച്ചുണ്ടാക്കുകയാണ്. അല്ലാഹ് പറയാത്തത്, റസൂല് പറയാത്തത് അഖലാനിയത്ത് കൊണ്ട്, അവന്റെ ബുദ്ധി കൊണ്ട് വാദിച്ചുണ്ടാക്കുകയാണ്. അങ്ങനെ ഒരു സംഘം ആളുകൾ, അവരാ ജിന്നുവാദികളായി രംഗത്ത് വന്നത്, ജിന്നുവാദം പേറി വന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ആയത്തുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു മിണ്ടൂല, ഹദീസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ഹദീസ് ഉണ്ട്, എങ്കിൽ ആ ഹദീസ് ഇങ്ങ് പറയുമ്പോൾ അത് ദുർബല ഹദീസാണ്, അത് ദുർബല ഹദീസാണ്. അതിനപ്പുറം എന്താണ്? കുറെ മലയാള വാക്കുകൾ ഇങ്ങനെ അങ്ങോട്ട് പറയും, പിന്നെ കുറച്ചിങ്ങോട്ട് തിരിച്ചു പറയും. ഈ അഖലാനിയത്ത്, ഈ ബുദ്ധിയല്ലാതെ അവരുടെ കയ്യിൽ ഒന്നുമില്ല, അവരുടെ കയ്യിൽ ഒന്നുമില്ല. കളരിക്ക് പുറത്ത് ചാടുന്ന ആളുകളാണ്. വേറെ ആളുകൾ അവർ ആയത്ത് തന്നെ ഓതുകയാണ്. ആയത്ത് ഓതുമ്പോ നോക്കുമ്പോ അത് ആശാന്റെ നെഞ്ചത്താണ്, കളരിയിലില്ല, ആശാന്റെ നെഞ്ചത്താണ്. ഇത് രണ്ടും നമുക്ക് പറ്റൂല. നമ്മൾ കളത്തിലാ നിൽക്കണ്ടേ. വസത്തിയായ കൗമ് കളത്തിൽ നിൽക്കണം, കളത്തിൽ നിന്ന് കളിക്കണം, അതിനപ്പുറത്തേക്ക് ചാടാൻ പാടില്ല. അതുകൊണ്ട് തന്നെയാണ് മുജാഹിദ് പ്രസ്ഥാനം വളരെ കൃത്യമായി തന്നെ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് വളരെ കൃത്യമായി വിശുദ്ധ ഖുർആൻ സൂറത്ത് അംഫാലിലെ 46-ാം വചനത്തിൽ അല്ലാഹ് പറഞ്ഞ വാചകമുണ്ടല്ലോ, വഅതിഉല്ലാഹ വറസൂലഹു വലാ തനാസഉ ഫതസ്ഫലു വതദ്ഹബ റീഹുകും വസ്ബിറു ഇന്നല്ലാഹ മഅസ്സാബിരീൻ. സർവ്വ സംഘടനകളും ഏറ്റെടുക്കേണ്ട വചനമാണത്, സർവ്വ മുസ്ലിം സംഘടനകളും ഏറ്റെടുക്കേണ്ട വചനമാണത്. പല ആളുകളും തർക്കിക്കുകയാണ്. കൂട്ടിലങ്ങാടിയിൽ പരിപാടി, പെരിന്തൽമണ്ണയിൽ പരിപാടി, അതുപോലെ തന്നെ കുരുവട്ടൂര് പരിപാടി, പൂനൂര് പരിപാടി, എല്ലായിടങ്ങളിലും വ്യത്യസ്തങ്ങളായ സംഘടനകൾ ഇങ്ങനെ തർക്കിക്കുകയാണ്. ഒരാൾ പറയുന്നു മുദബ്ബിറുൽ ആലം എന്ന് പറഞ്ഞാൽ CM മടവൂരാണ്, മറ്റേ ആള് പറഞ്ഞു അങ്ങനെ തന്നെ പറയാൻ പറ്റൂല എന്ന് വേറെ ഒരാള്. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുകയാണ്. മാത്രമല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഖണ്ഡനം നടക്കുകയാണ്. ഇവിടെ വ്യത്യസ്തങ്ങളായ ഗ്രൂപ്പുകളായി മുസ്ലിം ഉമ്മത്ത് വ്യത്യസ്ത വിഭാഗങ്ങളായി വ്യത്യസ്ത അഭിപ്രായങ്ങളായി മാറിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്കെല്ലാവർക്കും ഒന്നിച്ചു കടന്നു വരാൻ കഴിയുന്ന ഒരു സ്രോതസ് ലോകാവസാനം വരെ അല്ലാഹു ഇവിടെ ബാക്കിയാക്കിയിട്ടുണ്ട്. അത് ഖുർആനാണ്, സുന്നത്താണ്. അതാണ് റബ്ബ് പറഞ്ഞത്, വഅതിഉല്ലാഹ വറസൂലഹു, അല്ലാഹുവിനും റസൂലിനും നിങ്ങൾ വഴിപ്പെട്ടു വരൂ, അല്ലാഹുവിനും റസൂലും നിങ്ങൾ വഴിപ്പെട്ടു വരൂ. വലാ തനാസഉ, ഒരിക്കലും നിങ്ങൾ ഭിന്നിച്ചു പോകരുത്. അങ്ങനെ ഭിന്നിച്ചാൽ ഫതഫ്ശലു വതദ്ഹബ റീഹുകും, നിങ്ങൾ തോറ്റുപോകുമെന്നാണല്ലോ പറഞ്ഞത്. തോറ്റുപോകുമെന്ന് മാത്രമല്ല, നിങ്ങളുടെ കാറ്റ് പോകുമെന്നാണല്ലോ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കാറ്റ് പോകാതിരിക്കാനും നിങ്ങൾ തോറ്റുപോകാതിരിക്കാനും നിങ്ങൾ ഭിന്നിക്കാതിരിക്കാനും അത്തിഉല്ലാഹ വഅതി റസൂലഹു, അല്ലാഹുവിനും റസൂലിനും വഴിപ്പെടണേ. വസ്ബിറൂ, ആ വിഷയത്തിൽ നിങ്ങൾ ക്ഷമ അവലംബിക്കണേ.
ദീൻ സ്വീകരിക്കുന്ന വിഷയത്തിൽ, പ്രമാണം ഉൾക്കൊള്ളുന്ന വിഷയത്തിൽ നിങ്ങൾ ക്ഷമ അവലംബിക്കണേ. അതിന്റെ പേരിൽ എന്ത് സഹിക്കേണ്ടി വന്നാലും, എന്ത് കൊടുക്കേണ്ടി വന്നാലും, എന്ത് കേൾക്കേണ്ടി വന്നാലും അതെല്ലാം കേട്ടും ഉൾക്കൊണ്ടും വസ്ബിറു, ക്ഷമിച്ച് നിലകൊള്ളണേ. ഇന്നല്ലാഹ മഅസ്സാബിരീൻ, അല്ലാഹു ക്ഷമാലുക്കളോടൊപ്പമാണ്, റബ്ബ് ക്ഷമാലുക്കളോടൊപ്പമാണ്. എന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ ദീൻ ക്ഷമിച്ചുൾക്കൊണ്ട് ജീവിക്കുന്ന, അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് മുന്നിൽ ക്ഷമിച്ചത് ഉൾക്കൊണ്ട് ജീവിക്കുന്ന, അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തുകൾ സ്വീകരിച്ച് ക്ഷമിച്ചുൾക്കൊണ്ട് ജീവിക്കുന്ന അവർക്കാണ് അള്ളാഹുവിന്റെ സഹായം. അവരുടെ കൂടെയാണ് റബ്ബ്, അവർക്കാണ് റബ്ബിന്റെ നസ്ർ, അവർക്കാണ് എല്ലാ നിലക്കുമുള്ള ബർക്കത്തും റഹ്മത്തും. ഇത് അള്ളാഹു നമുക്ക് നൽകുന്നതാണ്, റബ്ബിന്റെ വാഗ്ദാനമാണ്. അതുകൊണ്ട് ആ നിലക്കത് ഉൾക്കൊണ്ട് അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ഉയരാൻ, വളരാൻ, അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി വാദിച്ച് അത് ഉൾക്കൊണ്ട് ജീവിക്കാൻ, അതിനെതിരെ വരുന്ന സർവ വിധ്വംസക പ്രവർത്തനങ്ങൾക്കെതിരെയും സംസാരിച്ച് സംസ്കരണത്തിന്റെ മാർഗം സമൂഹത്തെ ഉത്ബോധിപ്പിച്ച് ആ ദീനിന്റെ അടിസ്ഥാന പ്രമാണങ്ങളുടെ പ്രകാശത്തിൽ, ആ നൂറിൽ ജീവിച്ച് നാളെ ആഖിറത്തിൽ അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുമ്പോ എല്ലാ മുഅ്മിനുകൾക്കും നൽകപ്പെടുന്ന നൂർ എന്ന് സൂറത്തുൽ ഹദീദിൽ അല്ലാഹ് പറഞ്ഞില്ലേ, മുഅ്മിനുകൾക്ക് തിരിച്ചറിയപ്പെടാൻ വേണ്ടി പ്രത്യേകമായി അവരുടെ ഈമാനിന്റെയും അവരുടെ വിശ്വാസത്തിന്റെയും അവരുടെ അമാലുകളുടെയും അടിസ്ഥാനത്തിൽ അവർക്ക് നൽകുന്ന പ്രകാശം എന്ന് പറഞ്ഞില്ലേ. ചില ആളുകൾ അവർ മുച്ചൂടും പ്രകാശിക്കുമെന്ന് പറഞ്ഞില്ലേ, വേറെ ചില ആളുകൾ അവരുടെ അരഭാഗം പകുതി പ്രകാശിക്കുമെന്ന് പറഞ്ഞില്ലേ, വേറെ ചിലർ അവരുടെ മുട്ടുവരെ പ്രകാശിക്കുമെന്ന് പറഞ്ഞില്ലേ, വേറെ ചില ആളുകൾ അവരുടെ കണങ്കാലുകൾ മാത്രം പ്രകാശിക്കുമെന്ന് പറഞ്ഞില്ലേ, അതേ വേറെ ചില ആളുകൾ അവരുടെ അടുക്കൽ വളരെ തുച്ഛമേയുള്ളൂ, അതുകൊണ്ട് അവരുടെ വിരൽ തുമ്പുകൾ പ്രകാശിക്കുമെന്ന് പറഞ്ഞില്ലയോ? നാളെ ആഖിറത്തിൽ അല്ലാഹു ഒരുക്കിയ സിറാത്തിലേക്ക് കാലെടുത്തു വെക്കണമെങ്കിൽ ആ ചെറിയ പ്രകാശമെങ്കിലും കൈവരിച്ചവനെ അത് സാധിക്കൂ എന്ന് റസൂല് പഠിപ്പിച്ചില്ലയോ? ആ നിലക്ക് നാളെ ആഖിറത്തിൽ റബ്ബിന്റെ മുന്നിലെത്തുമ്പോൾ പൂർണ്ണമായി പ്രകാശിക്കാൻ ദുനിയാവിൽ അല്ലാഹു തന്ന നൂറാകുന്ന വിശുദ്ധമായ പ്രമാണങ്ങളെ ഹൃദയം കൊണ്ട് ഏറ്റെടുക്കാൻ, ഉള്ളുകൊണ്ട് സ്വീകരിക്കാൻ നമുക്ക് കഴിയണം. അതിനുവേണ്ടി നമ്മൾ പഠിക്കണം, നന്നായി അറബി മനസ്സിലാക്കണം, അല്ലാഹുവിന്റെ ദീൻ പഠിക്കണം, ഉലമാഇന്റെ കിതാബുകൾ വായിക്കണം, വിശുദ്ധമായ ഹദീസിന്റെ ഉസൂലുകളും അതുപോലെ തന്നെ വിശുദ്ധമായ ഖുർആനിന്റെ ഉസൂലുകളും ആഴത്തിലിരുന്ന് പഠിക്കണം. എന്നിട്ട് അല്ലാഹുവിന്റെ മാർഗത്തിൽ സമർപ്പിക്കണം, ആത്മാർത്ഥമായി സമർപ്പിക്കണം. മഹാനായ ഇമാം സീബവൈഹിയെ കുറിച്ചുള്ള ചരിത്രം നമ്മൾ കേട്ടിട്ടില്ലേ? ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇമാം സീബവൈഹി നഹ്വിന്റെ വിഷയത്തിൽ, അറബിക് ഗ്രാമറിന്റെ വിഷയത്തിൽ അറിയപ്പെട്ട ആളാണ്. ലിസാനുൽ അറബ് അഥവാ അറബികളുടെ സംസാര ഭാഷകളെ കാലഘട്ടത്തിലെ സാഹിത്യങ്ങൾ നോക്കി, വിശുദ്ധമായ ഖുർആനിന്റെ ഖവാഇദുകൾ നോക്കിയിട്ട് നഹ്വിയ എന്ന നിലയ്ക്കൊരു ഗ്രന്ഥം എഴുതാൻ ഒരുങ്ങിയിറങ്ങിയ ആളാണ് ഇമാം സീബവൈഹി. അവസാനം അദ്ദേഹം ജീവിതത്തിൽ വളരെയധികം പണിപ്പെട്ട് പ്രയാസപ്പെട്ട് അദ്ദേഹം നഹ്വിന്റെ ഒരു ഗ്രന്ഥം എഴുതി ഉണ്ടാക്കുകയാണ്. കാരണം അതുവരെ നഹ്വിന്റെ ലോകത്ത് ഒരു ഗ്രന്ഥമില്ല, അഥവാ അറബിക് ഗ്രാമർ ഒരു സിസ്റ്റമാറ്റിക്കലായി എഴുതപ്പെട്ടിട്ടില്ല. ആ രംഗത്ത് സേവനം അർപ്പിച്ചു തുടങ്ങുന്ന സമയത്ത് ഇമാം സീബവൈഹി അദ്ദേഹം ഇതാ കഷ്ടപ്പെട്ട് അധ്വാനിച്ച്, നമ്മൾ ഇന്ന് നഹ്വ് പഠിക്കുന്നത് പോലല്ല, ഇന്ന് സർവ് പഠിക്കുന്നത് പോലല്ല, ഇന്ന് ആമിലുകൾ പഠിക്കുന്നത് പോലല്ല, നേരെ മറിച്ച് വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ പരിശോധിച്ച് ലിസാനുൽ അറബ് അഥവാ അറബികളുടെ ഭാഷയും അവരുടെ സാഹിത്യവും പരിശോധിച്ച് അതിൽ തന്നെയും ഒരുപാട് നിയമങ്ങളും നിയമാവലികളും പാലിച്ച് നഹ്വിന്റെ ഒരു ഗ്രന്ഥം ആദ്യമായി സമൂഹ മധ്യത്തിൽ എഴുതി തുടങ്ങിയ പല ആളുകളും അവിടുന്നും ഇവിടുന്നും അതേ ആ ക്രോഡീകരിച്ച് തുടങ്ങുന്നതിന്റെ ഭാഗമായി സീബവൈഹിമാ രംഗത്ത് അധ്വാനിച്ചിട്ട് ഒരു ഗ്രന്ഥം എഴുതി ഉണ്ടാക്കി. വർഷങ്ങളെടുത്ത് ഒരു അറബിക് ഗ്രാമർ ഗ്രന്ഥം എഴുതി അത് പൂർത്തിയാക്കി കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ മനസ്സിന് ആശ്വാസമായി. അദ്ദേഹം ചിന്തിച്ചു, അല്ലാഹ് ഇത്രയും കാലം നിന്റെ ദീനിന് വേണ്ടി എടുത്തൊരു അധ്വാനമാണ്, വരുന്ന തലമുറക്ക് അറബി ഭാഷ മനസ്സിലാക്കിയിട്ട് ഖുർആനിൻ അതിന്റെ ആഴത്തിലും അതിന്റെ ഡെപ്തിലും പഠിക്കാൻ മനസ്സിലാകുന്ന രൂപത്തിൽ അത് ക്രമീകരിക്കുവാനുള്ള ഭാഷ സംവിധാനിക്കാൻ അതിനെനിക്കൊരു സംഭാവന അർപ്പിക്കാൻ കഴിഞ്ഞല്ലോ എന്ന് ആസ്വദിച്ച് വർഷങ്ങൾ കൊണ്ട് എഴുതി ഉണ്ടാക്കിയ ഗ്രന്ഥം അവിടെ വെച്ചിട്ട് ഒന്ന് ഉഷാറാകാൻ വേണ്ടി സീബവൈഹിമാമ് നേരെ പോയത് അങ്ങാടിയിലേക്കാണ്. കുറെ നാളുകളായി അങ്ങാടി പോയിട്ട് ആളുകളെ കണ്ടിട്ട് ഇതിന്റെ പിന്നാലെ തന്നെ ആയതുകൊണ്ട് അങ്ങനെ ഒന്നും ഉഷാറാകാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അദ്ദേഹം അങ്ങാടിയിൽ പോയി ആളുകളെയൊക്കെ കണ്ട് സന്തോഷിച്ച് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി വന്നപ്പോ കണ്ട കാഴ്ച, താൻ അതുവരെ കഷ്ടപ്പെട്ടെഴുതി ഉണ്ടാക്കിയ കിതാബ് തന്റെ ഭാര്യ എടുത്ത് അടുപ്പിലിട്ടിരിക്കുന്നു. ഓള് കുറെ കാലമായിട്ട് ഇത് സഹിക്കുകയാണ്. ഇങ്ങനെ ഇയാൾ കുറെ കാലമായി പണി തുടങ്ങിയിട്ട് ദേഷ്യം പിടിച്ചിട്ട് ഈ സ്ത്രീ എടുത്തിട്ട് ആ കിതാബ് എടുത്ത് അടുപ്പിലിട്ടിടും.
അദ്ദേഹം തിരിച്ചു വന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച നെഞ്ചു പൊട്ടിപ്പോയി അദ്ദേഹത്തിൻ്റെ. അദ്ദേഹം എഴുതിയ കിതാബ് എടുത്തിട്ട് ഭാര്യ ദേഷ്യം പിടിച്ചിട്ട് അടുത്ത അടുപ്പിലിട്ടതാ. ആ മനുഷ്യൻ രണ്ടാമതിരുന്നിട്ട് നഹ്വിൻ്റെ ഖവായിദുകൾ വീണ്ടും എഴുതി അത് സമർപ്പിച്ചു. ആ പുസ്തകം എഴുതി തീർന്നതിൻ്റെ പിറ്റേന്ന് അദ്ദേഹം മരിച്ചുപോയി എന്നാണ്. ഞാനിത് എൻ്റെ വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ മുന്നിൽ, ഈ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മുന്നിൽ സമർപ്പിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, വലിയ അധ്വാനം വേണം ഇൽമിൻ്റെ രംഗത്ത്, വലിയ പരിശ്രമം വേണം ഇൽമിൻ്റെ രംഗത്ത്. ഒരു സ്കൂൾ മാഷാവുക എന്നൊരു ലക്ഷ്യമാകരുത് നിങ്ങളുടെ മുന്നിൽ ഉണ്ടാവേണ്ടത്. അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഭൗതികമായി ഒരു അല്പം ശമ്പളം കിട്ടുന്ന ഒരു ഗവൺമെൻറ് ജോലി ആകരുത് നിങ്ങളുടെ ലക്ഷ്യം. അതൊക്കെ റബ്ബ് തരും, അതൊക്കെ കിട്ടണതൊക്കെ മേടിച്ചു, അതിലൊന്നും കുഴപ്പമില്ല. പക്ഷേ ലക്ഷ്യം വലുതായിരിക്കണം. ഇൽമിൻ്റെ വലിയ ലോകത്തിറങ്ങി നിന്നുകൊണ്ട് ഈ സമൂഹത്തിന് വേണ്ടി ചിന്തിക്കാൻ, ദീനിനു വേണ്ടി ചിന്തിക്കാൻ, അതുപോലെ തന്നെ ദീനീ വിഷയങ്ങൾക്ക് വേണ്ടി ചിന്തിക്കാൻ ഏറ്റവും ബ്രില്യൻ്റായ, ഇന്റലക്ച്വലായ ഒരു തലമുറയായി ഉയർന്നു വരാൻ, ഇൽമിൻ്റെ മേഖലകളിൽ ആഴ്ന്നിറങ്ങി അതിൻ്റെ ഡെപ്തിൽ പഠിക്കാൻ തയ്യാറാകണം എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഞാൻ എന്നെയും എൻ്റെ സഹോദരങ്ങളെയും ഓർമ്മിപ്പിച്ച് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.